മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ഇനി പഠിക്കേണ്ടത് കന്നിരാശി. നമസ്കാരം സാർ. ബുധനെ കുറിച്ച് പഠിച്ചു. ബുധനെ കുറിച്ച് പഠിച്ചിട്ട് മിഥുനം പഠിച്ചു. അടുത്തിനി പറയേണ്ടത് കന്നി. കന്നിയില് ബുധന് സ്വക്ഷേത്രം, ഉച്ചം, മൂലത്രികോണം എല്ലാം ഉള്ള ഒരു രാശിയാണ്. സ്വക്ഷേത്രം, ഉച്ചം, മൂലത്രികോണം ഒക്കെ വരുന്ന ഒരു രാശിയാണ് കന്നി രാശി. അവിടെ വന്നിട്ട് ബുധന്റെ രാശി, ബുധന് ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം എല്ലാം വരുന്ന രാശിയാണ് കന്നിരാശി. അവിടെ ബുധന് ഉച്ചവും ശുക്രന് നീചവും വരുന്നുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ബുധന് ഉച്ചം വരുന്നിടത്ത് ശുക്രന് നീചം, ശുക്രൻ ഉച്ചം വരുന്നിടത്ത് ബുധന് നീചം. അപ്പോൾ കന്നി രാശിയില് ബുധന് ഉച്ചം, ശുക്രന് നീചം. മീനം രാശിയില് ശുക്രന് ഉച്ചം, കന്നിക്ക് ബുധന് നീചം. അതേക്കുറിച്ച് അതിന്റെ ലോജിക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീയല്ലേ അപ്പുറത്ത് സ്ത്രീ എന്നുള്ളതല്ല, വരാവുന്ന കാര്യമാണ്. ബുധൻ വിദ്യാകാരകനാണ്. ബുധൻ വിദ്യാകാരകൻ. ശുക്രൻ വന്നിട്ട് സുഖഭോഗങ്ങളുടെ ആളാണ്. അതായത് നമുക്കെന്തോന്നു ലൈംഗിക സുഖം, ആഡംബര ജീവിതം എല്ലാത്തിന്റെ ആളാണ് ശുക്രൻ. അപ്പോൾ ആഡംബര ജീവിതവും സുഖഭോഗങ്ങളുടെയും ഗ്രഹമായ ശുക്രന് ഉച്ചം വരുന്നിടത്ത് വിദ്യയുടെ കാരകനായ ബുധന് നീചം. ബുധന് ഉച്ചം വരുന്നിടത്ത് ശുക്രന് നീചം. രണ്ടും ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കൊടുത്തേക്കുന്നത്. അതായത് വിദ്യാകാരകന് ഉച്ചം വരുന്ന സ്ഥലത്ത് ആഡംബര ലൗകിക ജീവിതമാണ് ശുക്രൻ. ലൗകിക ജീവിതത്തിന്റെ കാരകനായ ശുക്രന് നീചം. അതായത് വിദ്യ ആഡംബരം തമ്മിൽ ഒന്നിച്ച് യോജിച്ചു പോവില്ല എന്നുള്ളതാണ്. വിദ്യയും ആഡംബരവും തമ്മിൽ ഒന്നിച്ചു പോകില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രണ്ടും രണ്ട് ധ്രുവമാണ്. ഒരാൾക്ക് ഉച്ചം വരുമ്പോ അടുത്ത നീചം വന്നു. ബലമില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ വരുന്നത്. കന്നി രാശി ബുധന്റെ ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം എന്നിവ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ശുക്രന് ബുധൻ അവിടെ ഉച്ചമാണ് നമ്മൾ പറയാറുള്ളത്. സ്വക്ഷേത്രവും ഉച്ചവും മൂലത്രികോണം എല്ലാം വരും. ശുക്രന് നീചവുമാണ്. ഇനി അവിടുത്തെ നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത് ഉത്തരത്തിന്റെ 3/4 ഭാഗവും അത്തവും ചിത്തിര അരയും. ഉത്തരത്തിന്റെ 3/4 ഭാഗം, ഉത്തരത്തിന്റെ 2ാമത്തെ 3/4 ഭാഗം, ഉത്തരത്തിന്റെ കാല് ചിങ്ങത്തിൽ പോവും. ഉത്തരത്തിന്റെ 3/4 ഭാഗവും ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും, ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതിയും. ഉത്തരത്തിന്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതിയാണ് നക്ഷത്രം. കാലപുരുഷന്റെ 6ാം രാശി, അതായത് അടിവയറിന്റെ ഭാഗത്തെ സൂചിപ്പിക്കുന്നു. അവിടെ വല്ല പാപഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ വയറിനെയൊക്കെ ബാധിക്കും. ശനിയോ ചൊവ്വയോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വയറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടവരാം. അതാണ് അതിന്റെ അർത്ഥം. കാലപുരുഷന്റെ 6ാം രാശി. കേതു വന്നാൽ രാഹു അതിന്റെ ഓപ്പോസിറ്റ് രാഹുവിനും. കേതു വന്നാലും കുഴപ്പം തന്നെയാണ്. പിന്നെ കേതുവിന് അത്രത്തോളം ശ്രദ്ധിക്കില്ല എന്നുള്ളത്. എന്നാലും കേതുവും ദോഷം തന്നെയാണ്. പൊരുത്ത വിഷയത്തിൽ കേതുവിനെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ശനി ചൊവ്വയെ അപേക്ഷിച്ച് കേതുവിന് അത്രത്തോളം വലിയ ഒരു എഫക്റ്റ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കേതുവും പാപഗ്രഹമായിട്ട് തന്നെ എടുക്കുന്നത്. കാലപുരുഷന്റെ 6ാം രാശി ശരീരത്തിന്റെ വയറ് ഭാഗത്തെ അല്ലെങ്കിൽ അടി ഉദരത്തെ സൂചിപ്പിക്കുന്നു.
പിന്നെ അവിടുത്തെ അടയാളം കയ്യില് സസ്യവും തീപ്പന്തവും കൊണ്ട് ഒറ്റയ്ക്ക് തോണി തുഴയുന്ന ഒരു സ്ത്രീ. ഒറ്റയ്ക്ക് തോണി തുഴയുന്ന ഏകാന്തതയാണ് അവിടെ വരുന്നത്. ഒറ്റയ്ക്ക് തോണി തുഴയുന്ന സ്ത്രീ, അവളുടെ കയ്യിൽ ഒരു ഒരു തീപ്പന്തവും ഒരു സസ്യവും ഉണ്ട്. തീപ്പന്തവും സസ്യവും കയ്യിലേന്തി ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ തീപ്പന്തമൊക്കെ വയ്ക്കുമ്പോൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു രാത്രി സമയം തോണി തുഴയുന്നു എന്ന് പറയാം. അല്ലെ പിന്നെ കയ്യിൽ തീപ്പന്തം വയ്ക്കേണ്ട ആവശ്യം എന്തോന്ന്? രാത്രി സമയത്ത് ഏകാന്തമായിട്ട് എവിടെയോ പോകുന്നതാണ്. അതിന്റെ ദ്രേക്കാണ സ്വരൂപമൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നാട് വിട്ടു പോകുന്നത് പോലെയോ, അല്ലെങ്കിൽ എവിടെയോ പിന്നെ ആരെയോ നോക്കി പോകുന്നത് പോലെയോ ഒക്കെ വരാം. പ്രത്യേകിച്ച് അവിടെ ശുക്രന് നീചവും കൂടിയാണ്. ശുക്രൻ നീചമാകുമ്പോൾ വേറെയും കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. കയ്യിലെ സസ്യവും തീപ്പന്തവും കയ്യിലേന്തി ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോകുന്ന സ്ത്രീ, കയ്യിലെ തീപ്പന്തവും സസ്യവും കയ്യിലുണ്ട്. അതാണ് അവിടുത്തെ അടയാളം. പിന്നെ ഉഭയരാശിയാണ്, ബുധന്റെ രാശി. ബുധന്റെ സ്വഭാവങ്ങൾ രജ്ഞ വചോ എന്ന് പറയുന്ന വാക്കിന്റെ കാരകത്വമുള്ള ബുധന് അവിടെ ഉച്ചമാണ്. ഇത്രയാണ് രാശിയെക്കുറിച്ച് പറയാൻ പറയാമെന്നില്ല. രാശിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അതായത് ബുധന് ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം എന്നിവ വരുന്ന രാശി. ശുക്രന് നീചം. ഇവിടുത്തെ നക്ഷത്ര കൂട്ടങ്ങൾ എന്ന് പറയുന്നത് ഉത്രത്തിന്റെ 2, 3, 4 പാദം, അത്തം ചിത്തിരയുടെ ആദ്യത്തെ പകുതി. കാലപുരുഷന്റെ 6ാം രാശി ഉഭയരാശി. ശരീരത്തിന്റെ വയറുഭാഗത്തെ സൂചിപ്പിക്കുന്നു. അടിവയറാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വസ്തിപ്രദേശത്തിന്റെ ഇടുപ്പിന് മുകളിലുള്ള ഭാഗം അടിവയറിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോകുന്ന, കയ്യില് തീപ്പന്തവും സസ്യവുമായി ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോകുന്ന സ്ത്രീയാണ് ഇവിടുത്തെ അടയാളം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ രാശിയുടെ സ്വഭാവത്തിനെ കുറിച്ച് പഠിക്കണം. അത് ഹോരയിലെ 16-ലെ 6. വ്രീളാമന്തര ചാരുവീക്ഷണഗതി സ്രസ്താംസ ബാഹു സുഖി സത്യരഥ കലാസു നിപുണ ശാസ്ത്രവിദ്ധാർമിക മേധാവി സുരതപ്രിയ പരഗ്രഹൈർവിത്തൈശ്ച സംയുജ്യതേ കന്യായാം പരദേശക പ്രിയവച കന്യാപ്രജോ അല്പാത്മജ. ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഈ രാശിയുടെ പ്രത്യേകത എന്തൊക്കെയാന്ന് നോക്കാം. ശ്ലോകം കഴിയുമെങ്കിൽ പഠിക്കുക. സാധാരണയായിട്ട് ജ്യോത്സ്യന്മാര് ഈ 12 ശ്ലോകവും കാണാതെ പഠിക്കാറുണ്ട്. മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഹോരയിലെ രാശിശീലത്തിൽ വരുന്ന 12 ശ്ലോകവും പഠിക്കുന്നത് ഒരു ശീലമാണ്. കഴിയുമെങ്കിൽ പഠിക്കുക. വ്രീള മന്ദര ചാരു വീക്ഷണഗതി എന്നാണ് ആദ്യം പറയുന്നത്. വ്രീള മന്ദര ചാരു സാറേ ഹോര 16-ലെ 1 തൊട്ട് 12 വരെയാണോ അത്? 12 ഇത് 1 മുതൽ 12 വരെ ഉള്ളതാണ്. പഠിച്ചാൽ നന്നായിരിക്കും. കാണാതെ പഠിക്കാം. നമ്മൾ പറഞ്ഞത് തന്നെ അതിനെ ഒന്നും ബുക്ക് വെച്ചിട്ടൊന്ന് കാണാതെ പഠിക്കണം. പഠിക്കുമ്പോൾ ഓരോ വാക്കും പ്രത്യേകിച്ച് എടുക്കാനും കൂടി പഠിക്കണം. വ്രീള എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നർത്ഥം, ഒരു നാണം കുണുങ്ങുന്ന ടൈപ്പ്. ഈ കന്നി ലഗ്നക്കാരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരുമാതിരി ഒരു ലജ്ജയുള്ള ടൈപ്പ് ആയിരിക്കും. തലയൊക്കെ ഒരുമാതിരി ഇങ്ങനെയൊക്കെ തലയൊക്കെ എങ്ങനെയാക്കി ഒരു നാണം കുണുങ്ങിയൊക്കെ നിൽക്കും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കന്നി ലഗ്നം തന്നെങ്കിൽ ഒരു നാണക്കേടിന്റെ ഒരു ലക്ഷണം, ഒരു ലജ്ജ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരായിരിക്കും. ലജ്ജ. വ്രീള. മന്ദര എന്ന് ഉദ്ദേശിക്കുന്നത് അലസത, അല്പം ഒരു അലസത പ്രകടിപ്പിക്കും. ചാരു വീക്ഷണഗതി, മനോഹരമായ നോട്ടം. ചാരു വീക്ഷണഗതി, ചാരു ഭംഗികൾ നോക്കിയും എന്ന് പണ്ട് പഠിച്ചിട്ടില്ലേ? കൃഷ്ണന്റെ ഉണ്ട്. ചാരു എന്ന് പറഞ്ഞ 4ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ ഒരു കവിത പഠിച്ചെടുത്തരും. ചാരു ഭംഗികൾ നോക്കിയും കായും കനിയും പൂവും തളിരും തേടി ഓടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറി പറന്ന കന്ത സുന്ദരി സീത എന്ന് പറയുന്ന ഒരു കവിതയിലാണ്. ആ ടൈമിലൊക്കെ
അതെ അതെ 67, 68 ഒന്നാം ക്ലാസ് പഠിച്ചവർക്ക് അറിയാം. അതിൽ എങ്ങനെ അടുത്ത് എന്ന അർത്ഥം വരുന്നതാണോ? ഇവിടെ ചാരു എന്ന് ഉദ്ദേശിക്കുന്നത് മനോഹരമായ എന്നർത്ഥം. മനോഹരമായ നോട്ടം, നോക്കുന്നതൊക്കെ മനോഹരം. അപ്പോൾ വ്രീളാമന്തര ചാരു വീക്ഷണഗതി, ലജ്ജയുള്ളവരായിരിക്കും, അലസതയുള്ളവരായിരിക്കും, മനോഹരമായ നോട്ടമുള്ളവർ. ഇതാണ് ഇതിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. വ്രീള മന്ദര ചാരു വീക്ഷണഗതി എന്ന് പറഞ്ഞാൽ ലജ്ജയോടുകൂടിയും അലസതയോടുകൂടിയും മനോഹരമായ നോട്ടത്തോടുകൂടിയും ഉള്ളവരായിരിക്കും. ലജ്ജ, അലസത, മനോഹരമായ നോട്ടം. ഇനി സ്രസ്താംശ ബാഹു, ബാഹു എന്ന് വെച്ചാൽ ബാഹു കൈകള് താഴ്ന്ന, ഈ ഭുജത്തിന്റെ ഭാഗം വന്നിട്ട് ഈ കൈ, ഞാനെന്താ കാഴ്ച കൈ ഒന്ന് ഇവിടെ താഴ്ന്നിരിക്കും, ഇങ്ങനെ താഴ്ന്ന പ്രദേശമായിരിക്കും. ഇത് വച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ സമയമൊക്കെ, പഴയ ആൾക്കാർ സമയമൊന്നും കറക്റ്റാ പറയൂല. അവർക്കറിയാം എന്നും ഒരു ജാതകം ഇതുപോലെ വന്നു 7:30ക്കും 8 മണിക്കും ഇടയ്ക്കെന്ന് പറഞ്ഞു. 7:30ക്കും 8 മണിക്കും ഇടയ്ക്കാണ് വരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റൂല. ഇപ്പോഴത്തെ സമയത്തെല്ലാം അവർ കറക്റ്റ് ടൈം പറയും. ആശുപത്രി റെക്കോർഡ് കറക്റ്റ് ആയിരിക്കും. പണ്ട് പ്രസവിക്കുന്നതൊക്കെ വീട്ടിലായിരിക്കും. ഒരു ഉദ്ദേശ സമയമൊക്കെ പറയുള്ളൂ. രാത്രിയാണെങ്കിൽ പിന്നെ ആകെ കുഴപ്പമാണ്. അവർക്ക് ആകെ അറിയാമെന്നുള്ളത് നക്ഷത്രം, അതിന്റെ നക്ഷത്രം ഔട്ടമാണ്. ഒരു ഉച്ചയോടുകൂടി അല്ലെങ്കിൽ രാത്രി ഒരു 11 മണിക്കൊക്കെ പ്രസവിച്ചു എന്ന് പറയും. നമ്മൾ അപ്പോഴങ്ങനെ വരുമ്പോൾ സംശയം വരുമ്പോൾ ആളിന്റെ ഈ ലഗ്നത്തിന്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചെടുത്താൻ്റെ വരും. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരും. വ്രീള മന്ദര ചാരു വീക്ഷണഗതി, സ്രസ്താംശ ബാഹു, ബാഹു പ്രദേശം താഴ്ന്ന കയ്യും ഭുജങ്ങളും കയ്യും താഴ്ന്നിരിക്കും. സ്രസ്താംശ ബാഹു, സ്ര ഇസ്താംശ ബാഹു. സുഖി, സുഖ ജീവിതം നയിക്കുന്നവർക്ക് സുഖി. സുഖി, സുഖത്തിന്റെ കാരകത്വം ആർക്കൊക്കെയാണ്? സുഖത്തിന്റെ കാരകത്വം വരുന്നത് 4-ാം ഭാവം കൊണ്ടാണ് സുഖത്തിനെ ചിന്തിക്കുന്നത്. മാതാ സുഹൃത്ത് മാതുല പാനയോ ക്ഷേത്രം സുഖം. ശുക്രനും വ്യാഴത്തിനും ഒക്കെ ഉണ്ട്. വ്യാഴത്തിനാണ് പ്രധാന കാരകത്വം വരുന്നത്. വ്യാഴത്തിനാണ്. ശുക്രനാണെങ്കിൽ ഈ കന്നി ലഗ്നത്തിന് 4-ാം ഭാവം കൊണ്ടാണ് നമ്മൾ എന്തോ ചിന്തിക്കുന്നത്, സുഖം ചിന്തിക്കുന്നത്. 4-ാം ഭാവം വ്യാഴത്തിന്റെ രാശി. അതുകൊണ്ടായിരിക്കും സുഖി എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും നല്ല സുഖലോലുപമായ ജീവിതം നയിക്കുന്നവരായിരിക്കും. സുഖ ജീവിതം നയിക്കുന്നവരായിരിക്കും സുഖം. അതിന്റെ കാരണം സുഖത്തിന്റെ പാവം 4ആണ്. കാരകൻ വ്യാഴവും ശുക്രനുമാണ്. വ്യാഴമാണ് പ്രധാനപ്പെട്ടത്. വ്യാഴമാണ്. ആ വ്യാഴത്തിന് 4ന്റെ കാരകത്വം ഉള്ളതുകൊണ്ട് ആയിരിക്കും. എപ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സുഖി എന്ന് തറപ്പിച്ച് പറയണമെങ്കിൽ വ്യാഴത്തിന് ബലവും കൂടി വേണമെന്ന് അർത്ഥം. അല്ലെങ്കിൽ ആ വാക്ക് പറയാൻ പറ്റൂല. ഇതാണ് കാര്യകാരണ സഹിതം പറയുന്നതിന്റെ കാരണം കൂടി അറിഞ്ഞിരുന്നാലേ പഠിച്ചിട്ട് ഉപയോഗമുള്ളൂ. സുഖത്തിന്റെ പാവം 4, കാരകൻ വ്യാഴം. ആ 4-ാം ഭാവം വ്യാഴത്തിന്റെ രാശി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അപ്പോൾ വ്യാഴത്തിന് ബലവും കൂടി ഉണ്ടെങ്കിൽ സുഖ ജീവിതം ഉണ്ടാകും എന്നർത്ഥം. വ്യാഴത്തിന് ബലമില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ പറഞ്ഞത് നടക്കൂല. ഇവിടെ സ്രസ്താംശ ബാഹു സുഖി, വ്രീളാം അതായത് ലജ്ജ, അലസത, മനോഹരമായ വീക്ഷണം എന്നിവ ഉള്ളവരായിരിക്കും. താഴ്ന്ന കയ്യും ബാഹുപ്രദേശവും, ബാഹുക്കൾ കയ്യും ഭുജവും താഴ്ന്നതായിരിക്കും. സുഖലോലുപമായ ജീവിതം ഉള്ളവരായിരിക്കും. ശ്ലഷ്ണ, മിനുസമുള്ള ശരീരം. അത് ബുധനും നേരത്തെ പറഞ്ഞു. ബുധനല്ല, പിന്നെ നമ്മുടെ മിഥുനത്തിനും വന്നല്ല, ഒരു വാക്ക് വന്നല്ല, ചാർവങ്ക എന്ന് വന്നു. ഓർമ്മയുണ്ടോ മിഥുനത്തിന്? ചാർവങ്ക, ഭംഗിയുള്ള ശരീര അവയവങ്ങൾ എന്ന് വെച്ചാൽ കൈകാല്, മുഖം, തുട, കാല്, ശരീരമൊക്കെ, നെഞ്ച് ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും. ചാർവങ്ക. ഇവിടെ ആ വാക്കിനെ മാറ്റിയിട്ട് ശ്ലഷ്ണ എന്ന് പറഞ്ഞു. മിനുസമുള്ള, അപരുഷിതമായ അല്ലെങ്കിൽ പരുഷിതമല്ലാത്ത അല്ലെങ്കിൽ മനോഹരമായ മിനുസമുള്ള ശരീരം ഉള്ളവരെന്നർത്ഥം. മിനുസമുള്ള ശരീരം എന്ന് വെച്ചാൽ നല്ല ഭംഗി. അപ്പോൾ നല്ല ഭംഗിയുടെ കാരകത്വം ബുധൻ ഉണ്ടെന്നർത്ഥം. അതാണ് ബുധന്റെ 2 രാശിക്കും ആ വാക്ക് വന്നത്. മിനുസമുള്ള, ശ്ലഷ്ണ, മിനുസമുള്ള ശരീരം ഉള്ളവരും. സത്യരഥ, സത്യത്തെ അറിയുന്നവർ. അത് ബുധന്റെ രാശി ആയതുകൊണ്ടായിരിക്കും. ഈ ബുധന് ബലമില്ലെങ്കിൽ സത്യരഥ എന്ന് പറയാൻ പറ്റുമോ?
ബുധന്റെ രാശിയാണ് സത്യത്തിന്റെ കാരകത്വം ബുധന് കൊടുത്തിട്ടുണ്ട്. സത്യരഥ, സത്യത്തിൽ താല്പര്യമുള്ളവര്, സത്യസന്ധരായ ആൾക്കാരായിരിക്കും. കലാസു നിപുണ, നേരത്തെ പറഞ്ഞു ബുധന്റെ കാരകത്വം പറഞ്ഞു കലാവാസന ബുധനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. നാടകം, പാട്ട്, കൂത്ത്, നൃത്തം, ഇതിന്റെയൊക്കെ കാരകത്വം ബുധനുണ്ട്. കലാസു നിപുണ. അപ്പൊ ഇതിനൊക്കെ പറയുമ്പോഴൊക്കെ ബുധന് ബലം വേണം. സത്യരഥ, കലാസു നിപുണ എന്ന് പറയുമ്പോഴൊക്കെ ബുധന്, ശുക്രനല്ല, ബുധന് ബലം വേണം. ബലമില്ലെങ്കിൽ അതിൻ്റെതായ കുറവ് വരും. ഒരു കാര്യം പറയുമ്പോൾ എന്തിനെ ഉദ്ദേശിച്ചു പറയുന്നു എന്നറിയണം. ആ സാധനത്തിന് ബലവും വേണം. ബലമില്ലെങ്കിൽ നെഗറ്റീവ് എടുക്കണം, ബലമുണ്ടെങ്കിൽ പോസിറ്റീവ് എടുക്കണം. ശ്ലേഷ്ണ, മിനുസമുള്ള ശരീരം, സത്യത്തിൽ താല്പര്യം, നല്ല കലാവാസന, പാട്ട്, നൃത്തം തുടങ്ങിയവയിൽ നല്ല കലാവാസന. ശാസ്ത്രവിദ്ധാർമിക, ശാസ്ത്രത്തിന്റെ അർത്ഥം അറിയുന്നവര്. അതും പിന്നെ മിഥുനത്തിനും വന്നു. മിഥുനത്തിന് എന്ത് വന്നത്? മിഥുനത്തിന് എന്ത് വന്നു? ശാസ്ത്രവിദ്, ദൂത, ശാസ്ത്രവിത്ത്, ദൂത, കുഞ്ചിതമൂല, ശാസ്ത്രവിത്ത് ഒന്നും. ഇവിടെ വാക്കിനെ മാറ്റി ശാസ്ത്രവിദ്ധാർമിക എന്ന് പറയും. ശാസ്ത്രത്തിന്റെ അർത്ഥം അറിയുന്നവർ, എല്ലാ കാര്യം ഒന്ന് തന്നെ. പിന്നെ ഇവിടെ ബുധന് ഉച്ചത്തിന്റെ ഒരു സ്വഭാവം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബുധന്റെ നല്ല കാര്യങ്ങൾ കുറച്ചുകൂടി നടക്കും. ബുധൻ ഉച്ച രാശി ആയതുകൊണ്ട് ശാസ്ത്രവിദ്ധാർമിക, ശാസ്ത്രത്തിന്റെ അർത്ഥം അറിയുന്നവരായിരിക്കും. പക്ഷേ ഒരു കാര്യം വരുന്നത്, കന്നിക്ക് ഒരു പ്രത്യേകം വരുന്നത്, കന്നിയുടെ 10ാം രാശി ആരാണ്? ആരുടെ രാശി? കന്നിയുടെ 10 ബുധന്റെ തന്നെ രാശി. മിഥുനം. അത് രണ്ട്, ലഗ്നവും 10ഉം ബുധന്റെ രാശിയാകുമ്പോൾ തൊഴിൽ സംബന്ധമായ കാര്യത്തിലൊക്കെ ബുധനുമായിട്ടുള്ള വളരെ ഒരു ബന്ധം ഉണ്ടാവും. ബുധന് കൂടുതൽ ബന്ധം ഉണ്ടാവും. വ്രീള മന്ദര ചാരു വീക്ഷണഗതി, സസ്താംശ ബാഹു, സുഖി, ശ്ലേഷ്ണ, സത്യരഥ, കലാസു നിപുണ, ശാസ്ത്രവിദ്ധാർമിക. അടുത്ത മേധാവി, മേധാവിത്വം ഉണ്ടാകും. മേധാവി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മേധാവി, ബുദ്ധിമാൻ എന്നുള്ള അർത്ഥം എടുക്കാം. ബുദ്ധിമാൻ. സുരതപ്രിയ. അത് എല്ലാ രാശിക്കും ഓരോ വാക്ക് പറയും. മേടത്തിന് കാമി എന്ന് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കും നിങ്ങൾ. കാമി, അങ്ങനാവല്ലഭ എന്നൊക്കെ പറഞ്ഞു. കാമം ജനിപ്പിക്കുന്ന സ്വഭാവം, സ്ത്രീകൾക്ക് വളരെ ഇഷ്ടനായിരിക്കും എന്നൊക്കെ പഠിച്ചു മേടത്തിന്. ഇടവത്തിന് എന്ത് പഠിച്ചു നമ്മള്? പ്രമദപ്രിയ എന്ന് പഠിച്ചു. പ്രമദപ്രിയ, അതും അർത്ഥം ഏകദേശം അതുപോലെയൊക്കെ തന്നെ. പ്രമദപ്രിയ എന്ന് പഠിച്ചു. ഒരു വാക്ക് പറയും. പിന്നെ മിഥുനത്തിന് ഫുൾ അതിന സ്ത്രീലോല, സുരതോപചാര കുശല, ക്ലീവൈര്യാതിരഥ്യം, അത് കുറച്ച് മോശമായ രീതിയിലും കൂടി പറഞ്ഞു. കർക്കടകത്തിന് സ്ത്രീ നിർജിത എന്ന് പഠിച്ചു. ചിങ്ങത്തിന് പഠിച്ചത് കുറച്ച് കടുപ്പമാണ്. സ്ത്രീ ദ്വേഷി എന്നാണ്. മാതൃവിധേയോ സ്ത്രീ ദ്വേഷി എന്നാണ് ചിങ്ങത്തിന് പഠിച്ചത്. തുലാത്തിന് എന്ത് പഠിച്ചു? തുലാം നമ്മൾ പഠിച്ചില്ല. തുലാം ശുക്രന്റെ രാശി പഠിച്ചില്ല. അപ്പോൾ ഓരോ രാശിക്കും സ്ത്രീ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറയും. അതങ്ങനെ വളരെ വലിയതായിട്ടൊന്നും എടുക്കണ്ട. മേധാവി, സുരതപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമകേളികളിൽ താല്പര്യം എന്നർത്ഥം. സത്യരഥ, കലാസു നിപുണ, സുരതപ്രിയ, സംഭോഗപ്രിയൻ, അല്ലെങ്കിൽ കാമകേളികളിൽ താല്പര്യമുള്ളവനെ നടത്താം. കാമകേളികളിലൊക്കെ താല്പര്യം വരും. കാരണം അത് പറയേണ്ട കാര്യം ചിലപ്പോൾ ഇതിന്റെ 7ാം രാശി ശുക്രന് ഉച്ചം വരുന്നത് കൊണ്ടായിരിക്കാം. 7ാം രാശിയിൽ ശുക്രൻ, പക്ഷെ ലഗ്നത്തിലെ നീചമാണ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ 7ല് ശുക്രന് ഉച്ചം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം പറയുന്നത്. ഇപ്പോ സുരതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാമകേളികൾ എന്ന് പറയുമ്പോൾ 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടത്. ആ 7ാം ഭാവം ശുക്രന്റെ ഉച്ചരാശി, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരതപ്രിയ. പരഗ്രഹൈർ വിത്തൈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹത്തിന്റെ ഉടമസ്ഥ അവകാശമുണ്ട്. അതിന് പല വ്യാഖ്യാനങ്ങളും പറയാറുണ്ട്. അന്യഗ്രഹത്തിന്റെ ഉടമസ്ഥ അവകാശം ഉണ്ടാകും. അല്ലെങ്കിൽ അന്യ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമായിട്ടൊക്കെ അന്യ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നല്ല അംഗീകാരം ഉണ്ടാകും.
എന്നും എടുക്കാറുണ്ട്. അന്യഗ്രഹത്തിന് ഉടമസ്ഥ അവകാശം വരും. അല്ലെങ്കിൽ അന്യ വീടുകളിൽ പോകുമ്പോൾ, അന്യ വീട്ടിൽ പോകുന്നത് സാധാരണയായിട്ട് വിവാഹമൊക്കെ ആയി വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ നല്ല അംഗീകാരം കിട്ടും. അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ 4ഉം 7ഉം വ്യാഴത്തിന്റെ രാശി. അപ്പൊ വിവാഹ സംബന്ധമായ കാര്യം 7ആണ് ചിന്തിക്കേണ്ടത്. 4 വീട് സംബന്ധം, രണ്ടും ഒരേ ഗ്രഹം. അന്യഗ്രഹത്തില് അംഗീകാരം ഉണ്ടാകും. അന്യഗ്രഹത്തില് അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ വന്നിട്ട് എന്തോന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃഗ്രഹത്തിൽ അംഗീകാരം ഉണ്ടാകും എന്ന് വേണമെങ്കിലും എടുക്കാം. പരഗ്രഹർ വിത്തയിച്ച സംയോജ്യതയെ, പരഗ്രഹർ വിത്തയിച്ച, വിത്തം എന്ന് വെച്ചാൽ ധനം, പരഗ്രഹ ധനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അംഗീകാരം ഉണ്ടാവും അല്ലെങ്കിൽ ധനം ഉണ്ടാവും. വിവാഹ വഴിയിലോ അല്ലെങ്കിൽ അന്യഗ്രഹത്തിലോ വിവാഹം കഴിഞ്ഞ വഴിയിലോ അന്യഗ്രഹത്തിന്റെ ഉടമസ്ഥാവകാശവും ധനവും ഉണ്ടാകാൻ ഇടവരും എന്നാണ് എടുക്കേണ്ടത്. മേധാവിത്വം ഉണ്ടാകും. സുരതപ്രിയ, കാമകേളികളിൽ താല്പര്യം ഉണ്ടാകും. പരഗ്രഹർ വിത്തേച്ച സംയോജ്യത. കന്യായാം പരദേശക എന്ന് വെച്ചാൽ വെളി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം. അത് പറയുന്നത് ചിലപ്പോൾ ഈ സമുദ്രത്തിൽ തോണി തുഴഞ്ഞു പോകുന്നതെന്ന് പറയുമ്പോൾ നാട് വിട്ട് പോകുന്നത് പോലെ ഒരവസ്ഥ അവിടെ കാണാം. ഒരു ഏകാന്തത, എവിടെയോ പോകുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടായിരിക്കും പറയുന്നത്. കന്യായാം പരദേശക, കന്യരാശി വിദേശവാസം ഉണ്ടാകാൻ ഇടവരും. പ്രിയവച, നല്ല വാക്ക് സംസാരിക്കുന്നതായിരിക്കും. കന്യാപ്രജ, സ്ത്രീ സന്താനം കൂടുതലായിരിക്കും. അല്പാത്മജ, ഈ അല്പാത്മജ എന്ന് പറയേണ്ട കാര്യം നേരത്തെ ഒരു ദിവസം പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ? കന്യരാശിയിൽ ജനിക്കുന്നവർക്ക് സന്താനങ്ങൾ കുറവായിരിക്കും എന്ന് പറയേണ്ട റീസൺ പറഞ്ഞു തന്നു. അതായത് ഇടവം, ചിങ്ങം, കന്നി, വൃശ്ചികം, ഗോ, കരിഷു, അതായത് കന്യ, അളി, ഗോ, കരിഷു അല്പസുതമെന്തോ, കന്നി, അതായത് 3 സ്ഥിരരാശികൾ, ഇടവം, ചിങ്ങം, വൃശ്ചികം, അതോടൊപ്പം കന്നി. ഇടവം, ചിങ്ങം, വൃശ്ചികം, കന്നി, ഈ 4 രാശികളും അല്പപുത്ര രാശികളായിരിക്കുന്നതാണ്. സന്താനം കുറവ്. അതിന്റെ റീസൺ, ഇപ്പൊ കന്യയെ സംബന്ധിച്ച് 5ാം ഭാവത്തിന്റെ സന്താനത്തിനെ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്. 5ാം ഭാവം ഏതാണ്? കന്യയുടെ 5ാം ഭാവം ഏതാണ്? മകരം രാശി. മകരം രാശിയിലെ സന്താന കാരകനായ വ്യാഴത്തിന് നീചമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ടായിരിക്കാനാണ് വഴി. അതായത് അല്പപുത്ര രാശി എന്നാണ് പറയുന്നത്. കന്യയെ വന്നിട്ട് അല്പപുത്ര രാശി, അങ്ങനെയൊന്നും തറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. അല്പപുത്ര രാശിയാണ് കന്നി. ആ അല്പപുത്ര രാശിയായ കന്നി പറയാൻ റീസൺ, സന്താനത്തിനെ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം. സന്താന കാരകൻ വ്യാഴവുമാണ്. അപ്പോൾ കന്നിയുടെ 5ാം ഭാവം മകരം. മകരത്തില് സന്താന കാരകന് നീച അവകാശം. അപ്പോൾ ഒരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിനടുത്ത് തൊട്ടൊരാളുണ്ട്, കന്നി ലഗ്നമാണ്. വ്യക്തമായിട്ട് കേട്ടോളണം. കന്നി ലഗ്നം, വ്യാഴം മീനത്തില്, കേട്ടോളണം, വ്യാഴം മീനത്തില്, മകരത്തില് ബുധനും ശുക്രനും. മകരത്തില് ബുധൻ, വേണമെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതിക്കൊള്ളണം, ഒന്ന് വരച്ച് ഒരു ചാർട്ട് വരച്ചെഴുതിക്കണം. ചെറുതായിട്ട് വരച്ചാൽ മതി. എപ്പോഴും പെൻസിൽ കൂടി അടുത്തിട്ടേക്കണം. രണ്ടാമത് വേണമെങ്കിൽ അഴിച്ച് കളയാൻ വേണ്ടി. അഴിച്ച് കളയേണ്ട, അടുത്ത് വരച്ചിടുന്നത് നല്ലത്. ലഗ്നത്തിനെ കന്നിയിലിടണം. മകരത്തില് ബുധനും ശുക്രനും ഇടണം. കുംഭത്തില് രവി, മീനത്തില് വ്യാഴം. അപ്പോൾ ഇവിടെ പറയേണ്ടത് കന്നി അല്പപുത്ര രാശി എന്ന് പറഞ്ഞു. കന്നി അല്പപുത്ര രാശിയാവാൻ കാരണം നമ്മുടെ നിഗമനത്തില് അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവില് സന്താനത്തിനെ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്. 5ാം ഭാവം മകരം. മകരത്തില് വ്യാഴത്തിന് നീചമായത് കൊണ്ടായിരിക്കാം അങ്ങനെ.
ഈ ജാതകത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരു അഭിപ്രായം പറയണം. തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, പറയാം. അല്ല, സ്വക്ഷേത്ര ബലവാനല്ലേ, 7-ൽ നിന്ന് ദൃഷ്ടിയും കൂടെ ഉണ്ടല്ലോ. അതാണ് പോയിന്റ്. അതായത് വ്യാഴത്തിന്റെ നീചത്തിനെ മനസ്സിനകത്ത് ഇട്ടുകൊണ്ടാണ് ആചാര്യൻ അങ്ങനെ പറഞ്ഞതായിരിക്കും. കന്നി ലഗ്നക്കാരന് 5-ല് വ്യാഴത്തിന് നീചമല്ലേ എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ട് നേരത്തെ പറഞ്ഞതാണ്, മുൻകൂട്ടി പറഞ്ഞതാണ്. പക്ഷെ ഈ ജാതകത്തില് ആ വ്യാഴത്തിന് നല്ല ബലവും ലഗ്നത്തില് ദൃഷ്ടിയുമുണ്ട്. 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് ആരെന്ന് നോക്കണം. കേന്ദ്രാധിപത്യമുള്ള ബുധനും ത്രികോണാധിപത്യമുള്ള ശുക്രനും കൂടിയാണ് നിൽക്കുന്നത്. കേന്ദ്രാധിപത്യം ബുധൻ 1-ന്റെയും 10-ന്റെയും അധിപതി, ശുക്രൻ 9-ന്റെ അധിപതി. 9-ഉം 10-ന്റെയും ആളുകളാണ് ബുധനും ശുക്രനും. ശരിയെന്ന് നോക്കാം. ബുധനും ശുക്രനും 9-ഉം 10 കഴിഞ്ഞ് നോക്കണം. ബുധൻ 10, ശുക്രൻ 9. ധർമ്മകർമാധിപ യോഗം, അതും രണ്ടും ശുഭഗ്രഹങ്ങള്. ധർമ്മകർമാധിപ യോഗം മാത്രമല്ല ശുഭഗ്രഹങ്ങളും. അങ്ങനെ നിൽക്കുമ്പോ സന്താനം കുറവെന്ന് പറയുമ്പോൾ നല്ല രണ്ട് സന്താനങ്ങളുണ്ട്. രണ്ടും മിടുക്കന്മാര്. കന്യാപ്രജയും അല്ല, പുരുഷപ്രജയാണ്. അപ്പൊ ഇതെല്ലാം തെറ്റും. അതുകൊണ്ടാണ് പറഞ്ഞ റീസണബിൾ ആയിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയേണ്ട റീസൺ അതാണ്. ഞാൻ കന്നിമാസത്തിലാണ് ജനിച്ചത്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ആൺകുട്ടികളല്ലേ? അതെ. അതേ അവര് 2 എഞ്ചിനീയേഴ്സാണ്. 2 IAS എഞ്ചിനീയർമാര്. നല്ല പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പോയിന്റ് പറയുമ്പോൾ അത് എന്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനെയും കൂടി വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് ആ ഫലം പറയാവൂ. ഇപ്പൊ അല്പപുത്ര രാശി എന്ന് പറയേണ്ട റീസൺ എന്തെന്ന് ചോദിച്ചാൽ, സന്താനകാരകൻ ആയ വ്യാഴത്തിന് സന്താന പാവമായ മകരത്തില് നീച അവകാശം. അപ്പോൾ ആ വ്യാഴത്തിനെ വെച്ചിട്ടാണ് ഇത് പറയണമെങ്കിൽ, നമ്മളിപ്പോ ഒരു കാര്യം ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപാകതയുണ്ട്, അതിനെ ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞു. നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എന്ത് വെച്ചാൽ അതിനെ തിരുത്തി. വ്യാഴത്തിന് നല്ല ബലമായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് ധർമ്മകർമാധിപ യോഗം, ശുഭന്മാര്. അപ്പോൾ പിന്നെ ആ നെഗറ്റീവ് എന്തിനാ അവിടെ പറയുന്നത്? ആ നെഗറ്റീവ് അവിടെ ഔട്ടായി. നമ്മൾ എഴുതുമ്പോൾ ഈ സെന്റൻസ് എഴുതാൻ പാടില്ല. ഒരു ജാതകം എഴുതുമ്പോൾ ഈ ജാതകത്തിൽ എഴുതാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. കന്യായാം പരദേശവാസം ഉണ്ടാകും. പിന്നെ അല്പാത്മജ, കന്യാപ്രജ. അതിൽ അതിശയം വന്നതെന്ന് ചോദിച്ചാൽ 2 ആൺകുട്ടികൾ. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ വേറെ ആരുമല്ല, എന്റെ കൊച്ചിച്ചന്റെ മോനാണ്, വേറെ ആരുമല്ല. ഡിഗ്രിക്കും 10-ലും ഒക്കെ പഠിക്കുന്ന 2 പയ്യന്മാരും, നല്ല മിടുക്കരായ കുട്ടികൾ, നല്ല അനുസരണയും. അതൊന്നും പറയപ്പല്ല. കന്യായാം പരദേശവാസം ഉണ്ടാകും. ഇതാണ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ജാതകം എഴുതിക്കണമെന്നും ഫലിക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആ പഠിച്ചു പറക്കി എഴുതിയാൽ എല്ലാം ഫലിക്കും. ഏകദേശമൊക്കെ ഫലിക്കും, എല്ലാം ഫലിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരു 60-70% ഒക്കെ ഓക്കെ ആയാൽ ധാരാളം മതി. അതിനപ്പുറം ഒന്നും കിട്ടൂല. അപ്പോഴൊന്നും എഴുതാം. കന്നിരാശി, കാലപുരുഷന്റെ 6-ാം രാശിയാണ്. കാലപുരുഷന്റെ 6-ാം രാശിയാണ്. ശരീരത്തിന്റെ അടിവയറ് ഭാഗത്തെ സൂചിപ്പിക്കുന്നു. ശരീരത്തിന്റെ അടിവയറ് ഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഈ രാശിയിൽ പാപഗ്രഹ യോഗ ദൃഷ്ടികൾ ഉണ്ടായാൽ വയറ് സംബന്ധമായ അസുഖമുണ്ടാകാൻ ഇടവരും.
വയറ് സംബന്ധമായ അസുഖമുണ്ടാകാൻ ഇടവരും. സസ്യവും തീപ്പന്തവും കയ്യിലേന്തി ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോകുന്ന സ്ത്രീയാണ് ഇവിടത്തെ അടയാളം. ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോകുന്ന സ്ത്രീയാണ് ഇവിടത്തെ അടയാളം. ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോകുന്ന സ്ത്രീയാണ് ഇവിടത്തെ അടയാളം. ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങൾ അത്തം ചിത്തിരയുടെ അര ആണ് നക്ഷത്രം. ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങൾ, രണ്ടത് ആ സംഖ്യയിൽ എഴുതിയാൽ മതി, എല്ലാ സമയം കിട്ടൂല. ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങൾ അത്തം ചിത്തിരയുടെ പകുതി ചേർന്നതാണ് ഇവിടുത്തെ നക്ഷത്രം. ബുധന് സ്വക്ഷേത്രം, ഉച്ചം, മൂലത്രികോണം എന്നീ അവകാശങ്ങളും. ബുധന് സ്വക്ഷേത്രം, ഉച്ചം, മൂലത്രികോണം എന്നീ അവകാശങ്ങളും. ശുക്രന് നീചവുമാണ്. സ്ത്രീരാശിയാണ്, ഉഭയരാശിയാണ്. പിന്നെ ഹോര 16-ല് 6. ഹോര 16-ല് 6 എന്ന സൈഡിൽ എഴുതിക്കൊള്ളണം. ഇപ്പോഴാരും എടുക്കണ്ട, ബുക്കാരും ഇപ്പൊ എടുക്കണ്ട. ശ്ലോകം വേണോ? ശ്ലോകം നമ്മൾ ഓരോരോ പോയിന്റ് ആയിട്ട് എഴുതണോ? നമ്മൾ മുമ്പ് എഴുതും പോലെ എഴുതിയാൽ കൊള്ളായിരുന്നു സാർ. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമുണ്ട്. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് പ്രയാസം പോലെ തോന്നും. ഇത് പഠിച്ച് കുറച്ച് നിങ്ങൾ പിന്നെ കരസ്ഥമാക്കി വരുമ്പോൾ അയ്യേ ശ്ലോകം പഠിക്കാത്തത് അബദ്ധമായിപ്പോയെന്ന് സകല ആളുകളും പറയുന്നുണ്ട്. പഠിക്കാത്ത സകലവരും പറയുന്നുണ്ട്. നമ്മൾ ശ്ലോകം പഠിക്കാതെ പോയത് വളരെ ബുദ്ധിമോശമായി പോയി എന്ന്. അതുകൊണ്ട് എഴുതിയിട്ടൊക്കെയാ, കഴിയുമെങ്കിൽ പഠിക്കുക. കഴിയുന്നത് ഇങ്ങനെ കണ്ട് വരുമ്പോൾ അങ്ങ് വന്നേക്കും. വ്രീള, മന്ദര, വ്രീള, ള അടയാളം കൂടി വേണം. മന്ദര, ചാരു, വീക്ഷണഗതി, ഒറ്റ വാക്ക്. വ്രീള, മന്ദര, ചാരു, വീക്ഷണഗതി. എന്നിട്ട് വ്രീള അടിയിൽ വരയ്ക്കണം, മന്ദര അടിയിൽ വരയ്ക്കണം, ചാരു വരയ്ക്കണം, വീക്ഷണഗതി വരയ്ക്കണം. എന്നാണ് 4ഉം 4ആയിട്ട് പിരിച്ചെടുക്കത്തക്ക രീതിയിൽ വരച്ചിട്ടയ്ക്കുമ്പോൾ എളുപ്പമായി. വ്രീള എന്ന് വെച്ചാൽ ലജ്ജ, മന്ദര എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അലസത, ചാരു മനോഹരം, വീക്ഷണഗതി മനോഹരമായ നോട്ടം. എന്നിട്ട് അതിന്റെ അർത്ഥം എഴുതിക്കൊള്ളണം. ലജ്ജയും അലസതയും മനോഹരമായ നോട്ടമുള്ളവരുമായിരിക്കും. ലജ്ജയും അലസതയും മനോഹരമായ നോട്ടമുള്ളവരുമായിരിക്കും.
അടുത്ത ലൈനില് സ്രസ്താംസ ബാഹു, സ്ര, സായില് സ്ര അടയാളം, സ്രാവ് എന്ന് പറയുന്നില്ല, സ്രാവ്, സ്ര ഇസ്താംസ, സ്ര ഇസ്താംസ ബാഹു. ബാഹു എന്ന് വെച്ചാൽ ബാഹുബലം എന്ന് പറയുന്നില്ലേ, കൈബലം. സ്രസ്താംസ ബാഹു, താഴ്ന്ന ചുമലുകൾ ഉള്ളവരായിരിക്കും. താഴ്ന്ന ചുമലുകൾ താഴ്ന്നു വരുമ്പോഴോ കയ്യും കൂടി താഴ്ന്നു വരും, അതുള്ളത് തന്നെ. താഴ്ന്ന ചുമലുകൾ ഉള്ളവരായിരിക്കും. അടുത്ത ലൈനിൽ സുഖി, സുഖം അനുഭവിക്കുന്നവരാണ്. എന്നിട്ട് എൻ്റെ വിശദ വിവരം എഴുതിക്കൊള്ളണം. സുഖത്തിന്റെ പാപം 4, കാരകൻ ഗുരു. സുഖത്തിന്റെ പാപം 4, 4-ാം ഭാവം കൊണ്ടാണ്. 4-ന് പറയാറുള്ള പേര് സുഖപാപം എന്നാണ് അതിന് പറയാറുള്ളത്. മാതൃഭാവ, സുഖഭാവ എന്നൊക്കെയാണ് പറയാറുള്ളത്. സുഖത്തിന്റെ ഗ്രഹം വന്നിട്ട് വ്യാഴം. സുഖത്തിന്റെ കാരകൻ വ്യാഴം, പാപം 4. അങ്ങനെ 4-ാം ഭാവം വ്യാഴത്തിന്റെ രാശി ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ 4-ാം ഭാവം വ്യാഴത്തിന്റെ രാശി ആയതുകൊണ്ടായിരിക്കാം. സുഖി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പറയണമെങ്കിൽ വ്യാഴത്തിന് ബലം വേണം എന്നർത്ഥം. ശുക്രനെയും പറയാം. ശുക്രൻ 9-ന്റെയും 2-ന്റെയും ആളാണ്, നല്ല ഭാവവത്തിയാണ്. ശുക്രനും അങ്ങനെ തന്നെ. വ്യാഴത്തിന് ബലം വേണം എന്നർത്ഥം. അടുത്ത ലൈനില് ശ്ലഷ്ണ, ഷ, ള അടയാളം താഴെ, ഷായും ഇട്ടിട്ട് ള അടയാളം താഴെ. ശ്ലഷ്ണ, മിനുസമുള്ള ശരീരമുള്ളവരാണ്. അടുത്ത ലൈനില് സത്യരഥ, സത്യത്തിൽ താല്പര്യമുള്ളവരാണ്. കലാസു നിപുണ, ലഗ്നവും 10-ാം ഭാവവും ബുധന്റെ രാശി ആയതുകൊണ്ടായിരിക്കും. ലഗ്നവും 10-ാം ഭാവവും ബുധന്റെ രാശി ആയതുകൊണ്ടായിരിക്കും. കലാസു നിപുണ. അടുത്ത ശാസ്ത്രവിദ്ധാർമിക, ശാസ്ത്രാർത്ഥ ശാസ്ത്രാർത്ഥ എന്നതിന് ഒരു കൊണ്ടിരിക്കും. ശാസ്ത്രാർത്ഥ വിദ്ധാർമിക, വി യുദ്ധ ഇർമി ക. ശാസ്ത്രവിദ്ധാർമിക, ശാസ്ത്രാർത്ഥ വിദ്ധാർമിക. ശാസ്ത്രത്തിന്റെ അർത്ഥം അറിയുന്നവരായിരിക്കും. നിങ്ങൾ ബുക്ക് നോക്കി ക്ലിയർ ചെയ്തോണ്ടാ മതി. തെറ്റ് കിടക്കണമെങ്കിൽ ബുക്ക് നോക്കി ക്ലിയർ ചെയ്തോളൂ.
ശാസ്ത്രത്തിന്റെ അർത്ഥം അറിയുന്നവരാണ്. അടുത്ത മേധാവി. ബുദ്ധിമാനായിരിക്കും. ബുദ്ധിമാനായിരിക്കും. സുരതപ്രിയ. കാമകേളികളിൽ താല്പര്യം ഉണ്ടാകും. സുരതപ്രിയ. സുരതപ്രിയ കാമകേളികളിൽ താല്പര്യം പ്രകടിപ്പിക്കും. പരഗ്രഹേർ വിത്തൈശ്ച. പരഗ്രഹേർ, ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഗ്രഹമാണ്. ഗ്രഹം എന്ന് വെച്ചാൽ ശനി ചൊവ്വ രാഹു കേതുവല്ല. പരഗ്രഹേർ വിത്തൈശ്ച സംയുജ്യതേ. പരഗ്രഹേർ വിത്തൈശ്ച സംയുജ്യതേ. പരഗ്രഹൈർ വിത്തൈശ്ച സംയുജ്യതേ. അന്യഗ്രഹത്തിന്റെ ഉടമസ്ഥാവകാശമോ അന്യഗ്രഹത്തിന്റെ ഉടമസ്ഥാവകാശമോ അന്യഗ്രഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതോ ആയിരിക്കും. അന്യഗ്രഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതോ ആയിരിക്കും. വിവാഹം കഴിഞ്ഞു പോകുന്ന ഗ്രഹത്തിൽ അംഗീകാരം കിട്ടാനും ഇടവരും. വിവാഹം കഴിഞ്ഞു പോകുന്ന വീട്ടിൽ അംഗീകാരം കിട്ടാനും ഇടവരും. അതിന് കാരണം 4ഉം 7ഉം പാപപതി വ്യാഴമാണ്. കാരണം 4ഉം 7ഉം പാപപതി വ്യാഴമാണ്. 4ഉം 7ഉം പാപപതി വ്യാഴമാണ്. 4 വീട് 7 കളത്രം. 4 വീട് 7 കളത്രം. അടുത്ത് കന്യായാം പരദേശക. കന്യായാം പരദേശക. പരദേശവാസം, വിദേശവാസം ഉണ്ടാകാൻ ഇടവരും. വിദേശവാസം ഉണ്ടാകാൻ ഇടവരും. വിദേശവാസം ഉണ്ടാകാൻ ഇടവരും. പ്രിയവച. 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 നല്ല വാക്കിന് ഉടമകളായിരിക്കും. നല്ല വാക്കിന് ഉടമകളായിരിക്കും. അടുത്ത കന്യാപ്രജോ. കന്യാപ്രജോ. പെൺസന്താനം കൂടിയിരിക്കും. പെൺസന്താനം കൂടിയിരിക്കും. അല്പാത്മജ. 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 സന്താനം കുറവായിരിക്കും.
സന്താനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. സന്താനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. സന്താനത്തെ ചിന്തിക്കുന്നത് 5-ാം ഭാവം കൊണ്ടാണ്. സന്താനത്തെ ചിന്തിക്കുന്നത് 5-ാം ഭാവം കൊണ്ടാണ്. സന്താനകാരകൻ വ്യാഴം. സന്താനകാരകൻ വ്യാഴം. വ്യാഴത്തിന് 5-ാം ഭാവമായ മകരത്തിൽ നീച അവകാശമാണ്. വ്യാഴത്തിന് 5-ാം ഭാവമായ മകരത്തിൽ നീച അവകാശം ആണ്. അതുകൊണ്ടായിരിക്കാം സന്താനം കുറവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം സന്താനക്കുറവ് പറഞ്ഞിട്ടുള്ളത്. സന്താനക്കുറവ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാം ഭാവത്തിനും വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ ഈ ദോഷഫലം പറയരുത്. 5-ാം ഭാവത്തിനും വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ ഈ ദോഷഫലം പറയരുത്. ആ 5-ാം ഭാവത്തിന് ഒന്നുകൂടെ പറയാം. 5-ാം ഭാവത്തിന് വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ, ഓക്കെ 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 5-ാം ഭാവത്തിനും വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ ഈ ദോഷം പറയരുത്. ഇനി അടുത്ത് എഴുതിക്കൊള്ളും. ഗുരു. ഗുരു. ഗുരു ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മള് വ്യാഴമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം. നമുക്കറിയാം സർവേശ്വര കാരകത്വം ഉള്ള ഗ്രഹമാണ്. വ്യാഴം കേന്ദ്രത്തിലൊക്കെ ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാ ദോഷവും നശിപ്പിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഗ്രഹമാണ്. അതൊന്ന് ഭംഗിയാ പഠിക്കണം. എല്ലാ ഗ്രഹവും പ്രധാനപ്പെട്ടത് തന്നെ, എന്നാലും വ്യാഴത്തിന് ചില പ്രധാനം ഉണ്ട്. വ്യാഴത്തിന് ഈ അരിഷ്ട ഭംഗങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് വ്യാഴത്തിനാണ്. വ്യാഴം ബലവാനായിട്ട് കേന്ദ്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ദോഷമൊന്നും അയാൾക്ക് വരില്ല. ഏത് ഉരുക്കിൽ ചെന്ന് ചാടിയാലും ഊരിക്കൊണ്ട് വരും. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, കോളേജിൽ കിടന്നുകൊണ്ട് കളിച്ച് പൊടിച്ച് ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കിയിരുന്നാലും ആഫീസുകളിലായിരുന്നാലും ശരി തന്നെ, ബഹളം ഉണ്ടാക്കിയിരുന്നാലും ഊരിക്കൊണ്ട് വരും. ഇനി ചില അപ്രാണികളുണ്ട്, ഓടി എവിടെ കൂടി ഇങ്ങനെ പോയി കൊടുത്താൽ മതി, ചെന്ന് കുരുക്കിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. ചെന്ന് കുരുങ്ങുന്ന കേസുകളൊക്കെ നോക്കിക്കൊണ്ടാൽ മതി, വ്യാഴത്തിന് ബലം കാണില്ല. അപ്പോൾ സൂര്യനകൃതം. ചന്ദ്രന് മനസ്തുകിനകു, സത്വം കുജോ, ചൊവ്വയ്ക്ക് വിജ്ഞോ വചോ, ബുധന് വാക്ക്, ജീവോ ജ്ഞാനസുഖേ. ജീവോ ജ്ഞാനസുഖേ എന്നാണ് പറയുന്നത്. ജ്ഞാനവും സുഖവും ജീവനെ കൊണ്ട് പറയുന്നത്, വ്യാഴത്തിനെ കൊണ്ട്. ജീവേ ജ്ഞാനസുഖേ. ജീവശബ്ദം കൊണ്ട് വ്യാഴത്തിന്റെ, ജീവന്റെ ആധിപത്യം മനസ്സിലാക്കാന്ന് പറയാം. ജ്ഞാനവും സുഖവും വ്യാഴത്തിന്റെ കാരകത്വങ്ങളാണ്.
ജ്ഞാനസുഖേ, ജ്ഞാനവും സുഖവും രണ്ടും പറയാം. ജ്ഞാനസുഖേ, ജ്ഞാന ശബ്ദം കൊണ്ട് ബുദ്ധിയാണ് ചിന്തിക്കുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയും, സുഖേ എന്ന് പറഞ്ഞ ശബ്ദം കൊണ്ട് സുഖം, അല്ലെങ്കിൽ സുഖം വേണമെങ്കിൽ ധനത്തിന്റെ കാരകത്വം പറയുകയാണെങ്കിൽ സുഖേ എന്ന് പറയുമ്പോൾ വ്യാഖ്യാനമാണ്. ഞാൻ പറയുന്നത് വ്യാഖ്യാനമാണ്. അത് ബുക്കിൽ പറയുന്നത് തന്നെ ആകണമെന്നുള്ള നിർബന്ധമില്ല. ജീവേ ജ്ഞാനസുഖേ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷമായ ബുദ്ധി, വിശേഷ ബുദ്ധി, ജ്ഞാനം. കാണാതെ പഠിക്കുന്നതല്ല. കൊച്ചുകുട്ടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയോ അവരവരുടെ പാഠത്തിനെ കാണാതെ പഠിക്കുന്നതല്ല ജ്ഞാനം എന്ന് പറയുന്നത്. വിശേഷ ബുദ്ധിയാണ് ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനവും സുഖവും, സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തിന്റെ കാരകത്വവും വരാം. കാരണം സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ധനം വേണം. ധനമില്ലാതെ സുഖിച്ച് ജീവിക്കാൻ പറ്റൂല. ജ്ഞാനസുഖം കിട്ടും. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ധാർമ്മികത്വത്തോടുകൂടി ജീവിക്കുന്നവർ വല്ല സന്യാസ ജീവിതമൊക്കെ കിട്ടുമായിരിക്കും. അതിന് വലിയ ധനമൊന്നും വേണ്ട. അല്ലാതെ സുഖം വേണമെങ്കിൽ ധനത്തിന്റെ കാരകത്വവും വ്യാഴത്തിനാണ്. സുഖശബ്ദം കൊണ്ട് ധനവും കണക്കാക്കാന്ന് പറയുന്നത്. ധനം അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ജീവേ ജ്ഞാനസുഖേ, ജീവൻ വ്യാഴത്തിനെ കൊണ്ട് ജ്ഞാനവും സുഖവും ചിന്തിക്കാം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയാണ്. അവിടെ ബുദ്ധിയുടെ കാരകത്വം വ്യാഴത്തിനുണ്ട്. സുഖേ, സുഖം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രധാനമായിട്ടും ധനം ഉണ്ടെങ്കിലേ സുഖത്തിന് സാധ്യത കൂടുകയുള്ളൂ. അപ്പോൾ ധനത്തിന്റെ കാരകത്വവും എന്ത് പറയാം, വ്യാഴത്തിന് പറയാം. ഇനി അടുത്ത് പറയേണ്ടത് നമ്മള് സാധാരണയായി പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ ചാപ്റ്ററിൽ 8-ാമത്തെ ശ്ലോകം, 2-ാമത്തെ ചാപ്റ്ററിൽ 8-ാമത്തെ ശ്ലോകം മുതൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് മധു പിങ്ങളതർ ചതുരസനു പിത്തപ്രകൃതി സവിതാവ് അല്പകജ. സൂര്യന് തനു വൃത്തതനുർ ബഹുവാദകപ പ്രാജ്ഞ മൃദുവാക് ശുഭദൃക്ക്. ചന്ദ്രന് ക്രൂരതർ തരുണമൂർത്തി ഉദാര സുചപല കൃശമദ്യാഹ. എന്തോന്ന്, ചൊവ്വയ്ക്ക് ശ്ലീഷ്ടവ ഹൃദരകാസുര രജ്ഞ പിത്തമാരിത കപ പ്രകൃതിച്ച. ബുധന്. അങ്ങനെ വ്യാഴത്തിന് വരുമ്പോൾ ബൃഹത് തനു പിങ്ങളമൂർത്തജേക്ഷണ ബൃഹസ്പതി ശ്രേഷ്ഠപതി കപാത്മക. അതാണ് വ്യാഴത്തിന്. ബൃഹത് തനു പിങ്ങളമൂർത്തജേക്ഷണോ ബൃഹസ്പതി ശ്രേഷ്ഠമതി കപാത്മക. ബൃഹത് തനു എന്ന് പറഞ്ഞാൽ അർത്ഥം ബൃഹത്ത്, വലിയ ശരീരം. പിങ്ങളമൂർത്തജേക്ഷണ, പിങ്ങള നിറമുള്ള അല്ലെങ്കിൽ ചെമ്പിച്ച നിറമുള്ള തലമുടി. ബൃഹസ്പതി, ബൃഹസ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം. ശ്രേഷ്ഠമതി, ശ്രേഷ്ഠമായ ബുദ്ധി. കപാത്മക, കപപ്രകൃതം. ഇതിനൊന്ന് വിശദീകരിച്ച് പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത്, വേണമെങ്കിൽ സൈഡിൽ എഴുതിക്കൊള്ളണം ഇപ്പോഴും മനസ്സിലാകാൻ വേണ്ടി. ഫസ്റ്റിൽ പഠിക്കേണ്ടത് വ്യാഴത്തിന് പറയുന്നത് ബൃഹത് തനു എന്നാണ്. തനു എന്ന് പറഞ്ഞാൽ ശരീരം, ബൃഹത്തായ ശരീരം എന്നർത്ഥം. ബൃഹത്തായ ശരീരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തടിച്ച് ഉയർന്ന മാറിടം, വലിയ വയറ്, വലിയ മാറിടമൊക്കെ ഉള്ള ശരീരപ്രകൃതം എന്നർത്ഥം. നല്ല മാറിടം വലുതായിരിക്കും, തടിച്ച ശരീരമായിരിക്കും, മാറിടം വലുതായിരിക്കും, വയറൊക്കെ വലുതായിരിക്കുന്ന ഒരവസ്ഥയെ പറയാം. ബൃഹത്ത് തനു. ഇപ്പോൾ വ്യാഴത്തിന്റെ രാശിയിൽ ജനിക്കുന്നവർക്കും അതുണ്ടാവും. വ്യാഴം ലഗ്നത്തിൽ നിൽക്കുക, ലഗ്നത്തിലൊക്കെ ദൃഷ്ടി വരിക. വ്യാഴം ലഗ്നത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബലം കൂടി വേണം. ബലവാനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുകയോ ലഗ്ന കേന്ദ്രത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബൃഹത് തനു, അല്ലെങ്കിൽ തടിച്ച ശരീരം, വലിയ വയറും വിരിവുള്ള മാറിടവുമുള്ള ശരീരപ്രകൃതമായിരിക്കും ബൃഹത് തനു. നല്ല വലിയ മാറിടവും വലിയ വയറും ഉള്ള ബൃഹത്തായ ശരീരമുള്ളവരായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിങ്ങളമൂർത്തജേക്ഷണ, പിങ്ങള നിറമുള്ള കണ്ണുകളും സമനിലയും ഉള്ളവരായിരിക്കും. തേനിന്റെ നിറമുള്ള കണ്ണുകൾ ഉള്ളവരായിരിക്കും. അതുപോലെ പിങ്ങള നിറത്തിലുള്ള തലമുടിയും കൂടിയവരായിരിക്കും. പിങ്ങള മൂർത്താവ്, ഈക്ഷണം കണ്ണ്. പിങ്ങള തേനിന്റെ നിറമുള്ള കണ്ണുകളും ചെമ്പിച്ച തലമുടിയും ഉള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ട് ചെമ്പിച്ച തലമുടി ആയിരിക്കാൻ വഴിയില്ല.
നമ്മുടെയൊക്കെ നാട്ടിൽ ജനിക്കുന്നവരങ്ങനെ ചെമ്പിച്ച തലമുടിയുള്ളവർ വളരെ കുറവാണ്. എന്നാൽ നല്ല കറുപ്പായിരിക്കില്ല, അല്പം ഒരു ഇളം കളറിൽ വരാൻ ഇടവരും. നല്ല ബലവാനായ വ്യാഴം ലഗ്നത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിങ്ങള മൂർധജേക്ഷണ ഈക്ഷണം എന്ന് വെച്ചാൽ കണ്ണ്, പിങ്ങള നിറമുള്ള തേൻ നിറമുള്ള കണ്ണുകളും അതുപോലെ ചെമ്പിച്ച തലമുടിയും ഉള്ളവരായിരിക്കും. ബൃഹത് തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ച ശരീരം, വലിയ മാറിടവും വലിയ വയറും ഉള്ള പ്രകൃതം എന്നർത്ഥം. പിങ്ങള നിറമുള്ള അല്ലെങ്കിൽ തേൻ നിറമുള്ള കണ്ണുകളും ചെമ്പിച്ച തലമുടിയും ഉള്ളവരായിരിക്കും. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ മറ്റൊരു പേരാണ് ബൃഹസ്പതി. ശ്രേഷ്ഠ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ശ്രേഷ്ഠമായ ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? ശ്രേഷ്ഠമായ ബുദ്ധി എന്തിനാ അങ്ങനെ ആ വാക്ക് പറഞ്ഞ എന്തിനാണ്? ശ്രേഷ്ഠമായ ബുദ്ധി, ജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ജ്ഞാനത്തോ അത് തന്നെയാണ് വാക്ക്. ധർമ്മത്തെ അറിയുന്നവനായിരിക്കും, നയതന്ത്രജ്ഞനായിരിക്കും, ക്ഷമയോട് കൂടിയവൻ, വേദത്തെ അറിയുന്ന, ഇങ്ങനെയൊക്കെ പറയാം, വേദത്തിനെ അറിയുന്നവൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വ്യാഴം ബലവാനായിട്ട് 10 ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരായിരിക്കും. വ്യാഴം ബലവാനായിട്ട് 10 നിന്ന് കൊടുത്താൽ ബാങ്കിങ് മേഖല, അതുപോലെ ജോലി ചെയ്യുന്ന ഓഫീസിലുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ ആരും പറഞ്ഞു കൊടുക്കണ്ട, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവർ, നല്ല ധാർമ്മികത്വം ഉള്ളവരായിരിക്കും. നമ്മൾ 10 വ്യാഴമൊക്കെ നിൽക്കുന്ന കണ്ടാൽ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ബാങ്കിലാണോ ജോലി, ധനകാര്യ സ്ഥാപനത്തിലാണോ എന്ന് ധൈര്യമായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ തന്നെ അവരൊരു ടീച്ചറായിരുന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പലോ ഒരു ഓഫീസ് ജോലിയോ ആയിരുന്നാൽ അഡ്മിനിസ്ട്രേഷനൊക്കെ നന്നായിരിക്കും, നല്ല വിദഗ്ധനായിരിക്കും. അപ്പോൾ ശ്രേഷ്ഠമതി എന്നുള്ള വാക്ക് പടുമതി എന്നൊക്കെ നമ്മൾ ഇതിനും പടുമതി എന്നൊക്കെ വന്നിട്ടുണ്ട്. ശ്രേഷ്ഠമതി എന്ന് പറയുമ്പോൾ സമർത്ഥമായ ബുദ്ധി, അല്ലെങ്കിൽ ശ്രേഷ്ഠമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ധർമ്മത്തെ അറിയുന്ന അല്ലെങ്കിൽ ധാർമ്മികത്വമുള്ള ബുദ്ധി, ധർമ്മബുദ്ധി എന്ന് പറയാം. ധർമ്മബുദ്ധി, നയതന്ത്രജ്ഞൻ, ക്ഷമയോട് വേദത്തെ അറിയുന്നവൻ, നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉള്ള ജോലികൾ ചെയ്യുന്നവൻ. അതിനെങ്ങനെ പറയാം? യുക്തിപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, യുക്തിപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയാം. അതാണ് ആ വാക്കിന് നിന്ന് അർത്ഥം. ഇത് എല്ലാവരും ഈ വ്യാഴം 10 നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയേണ്ട റീസൺ എന്താണ്? ആ ശ്രേഷ്ഠമതി എന്ന് പറയുന്നതാണ്. ആ വാക്ക് വളരെ അർത്ഥവത്തായ വാക്കാണ്. ധർമ്മബുദ്ധിയുള്ളവൻ, ധർമ്മത്തെ അറിയുന്നവൻ, വേദത്തെ അറിയുന്നവൻ, പിന്നെ നയതന്ത്രജ്ഞൻ, ക്ഷമയോടുകൂടിയവൻ. വ്യാഴമൊക്കെ ക്ഷമയുടെ ആൾക്കാരാണ്, സാത്വിക ഗ്രഹമാണ്. അതുപോലെ തന്നെ എന്തോന്ന് പറയാം, ഇപ്പൊ പറഞ്ഞതിന്റെ വാക്ക് എന്തോന്ന്? യുക്തിപരമായിട്ടും ജ്ഞാനത്തോടു കൂടി യുക്തിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനും ആയിരിക്കാം. ശ്രേഷ്ഠമതി, കപപ്രകൃതം, അത് വ്യാഴത്തിന്റെ പ്രകൃതം. കപപ്രകൃതം എന്ന് പറയുമ്പോൾ തന്നെ തടിച്ച ശരീരമാണ്. കപപ്രകൃതം എന്ന് പറഞ്ഞാൽ തന്നെ തടിച്ച ശരീരമാണ്. ഇതൊക്കെ വ്യാഴത്തിന്റെ കാരകത്വത്തിൽ വരുന്നതാണ്. ഇതാണ് അതിന്റെ അർത്ഥം. നമുക്ക് വ്യാഴമൊക്കെ ലഗ്നത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ വ്യാഴത്തിന്റെ രാശി വന്നിട്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി അവിടെ എവിടെയെങ്കിലുമൊക്കെ വരിക, ധൈര്യമായിട്ട് പറയാം. ഇതെല്ലാം എഴുതി വെക്കുക. അതാണ് പറഞ്ഞത്, വ്യാഴത്തിന് ബലവും കൂടി വേണം. വ്യാഴം ലഗ്ന കേന്ദ്രത്തിലോ ലഗ്നത്തിലോ നിൽക്കണം, അല്ലെങ്കിൽ ബലവാനായ വ്യാഴത്തിന് ലഗ്നത്തിലെ ദൃഷ്ടി വേണം, എങ്കിലേ ഇതൊക്കെ പറയാവൂ. അല്ലാതെ വ്യാഴത്തിനെ നോക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പാട്ടി വയ്ക്കാൻ പാടില്ല. പിന്നെ ബൃഹസ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി എന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിന് ബൃഹസ്പതി എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ദേവഗുരു എന്നാണ്. ബൃഹസ്പതിയും ശുക്രാചാര്യരും എന്നൊക്കെ നമ്മൾ പറയും. ശുക്രാചാര്യരും പിന്നെ വ്യാഴത്തിനും ബൃഹസ്പതി എന്ന് പറയും. ബൃഹസ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ വ്യാഴത്തിന്റെ അപരനാമം, ദേവഗുരു എന്നർത്ഥം. ദേവഗുരുവാണ് അത് അർത്ഥം. ബൃഹസ്പതി ദേവഗുരു ആയതുകൊണ്ടാണ് ശ്രേഷ്ഠമതി എന്ന് പറഞ്ഞത് അല്ലെ? ധാർമ്മികമായിട്ടുള്ള ശ്രേഷ്ഠമതി എന്ന് പറഞ്ഞതും കാര്യം അതായിരിക്കാം. ദേവഗുരു ആയതുകൊണ്ടായിരിക്കാം ആ
ധാർമ്മികമായിട്ടുള്ള ബുദ്ധിയാണ്, ശ്രേഷ്ഠ ബുദ്ധിയാണ് എന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടായിരിക്കാം. വ്യാഴം ബൃഹസ്പതി എന്നറിയപ്പെടുന്നു. പിന്നെ വേദാന്തത്തിന്റെ ഗ്രഹമാണ്, വിജ്ഞാനത്തിന്റെ ഗ്രഹം, വേദാന്തത്തിന്റെ ഗ്രഹം. ഇനി ഉച്ചരാശി കർക്കടകം ഉച്ചരാശിയാണ്, മകരം നീചരാശിയാണ്. ഇനി കർക്കടകം ഉച്ചരാശി, മകരം നീചരാശി. ഈ ആർക്കൊക്കെയാണ് കർക്കടകത്തിൽ ഉച്ചം വരുമ്പോൾ ആർക്കാണ് അവിടെ നീചം വരുന്നത്? ചൊവ്വയ്ക്ക് നീചം. ഈ മകരത്തിൽ നീചം വരുമ്പോൾ ഉച്ചം വരുന്നത് ആർക്ക്? മകരത്തിൽ നീചം വരുമ്പോ ചൊവ്വയ്ക്ക് ഉച്ചം വരും. ഉച്ചം വരും. അപ്പോഴ് ചൊവ്വയും നമ്മൾ കഴിഞ്ഞതിലും മീനം കന്നി പഠിച്ചപ്പോൾ ബുധനും ശുക്രനും കൂടിയാണ് മത്സരിച്ചത്. ബുധൻ ഉച്ചം വന്നപ്പോൾ ശുക്രൻ നീചം, ശുക്രൻ ഉച്ചം വന്നപ്പോൾ ബുധന് നീചം. ഒന്ന് വിദ്യാകാരകൻ, ഒന്ന് ലൗകിക ജീവിതം. വിദ്യാകാരകനും ലൗകിക ജീവിതവും തമ്മിൽ എപ്പോഴും ഒരു കോൺട്രഡിക്ഷൻ ആണ്, കോൺട്രഡിക്ടറി പോയിന്റ്സ് ആണ്. ഇവിടെ വ്യാഴവും ചൊവ്വയും, ചൊവ്വ അല്പം അഹങ്കാരത്തിന്റെയും കയ്യൂക്കിന്റെയും ആളാണ്. അഹങ്കാരവും കയ്യൂക്ക് കാണിക്കുക, പിന്നെ ഇതിന്റെയൊക്കെ കാരകനാണ് ചൊവ്വ. ചൊവ്വ നമ്മൾ പഠിച്ചു, അഹങ്കാരത്തിന്റെ പര്യായമാണ്. പാപത്വമുള്ള ഒരു ഗ്രഹമാണ്. പാപത്വം നമ്മൾ സങ്കല്പിച്ച് പറയുന്ന ഒരു ഗ്രഹമാണ്, ഭയങ്കര പാപത്വമുള്ള ഗ്രഹം, ആഗ്നേയ ഗ്രഹം. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് അഹങ്കാരത്തിന്റെ ഗ്രഹമാണ്. പിന്നെ സത്വഗുണം, സത്വം കുജോ എന്നാണ്. എല്ലാം എനിക്ക് വേണം എന്ന് നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞു. വ്യാഴം അതല്ല, ആത്മീയതയുടെ ഗ്രഹമാണ്, വിജ്ഞാനത്തിന്റെ ഗ്രഹമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ പോയിന്റുകൾ. അപ്പോൾ ഒന്നിന് ഉച്ചം വന്നിടത്ത് അടുത്തൊക്കെ നീചം വന്നു. അഹങ്കാരത്തിന്റെയും കയ്യൂക്കിന്റെയും കാരകനായ ചൊവ്വയ്ക്ക് ഉച്ചം വന്നിടത്ത് വ്യാഴത്തിന് നീചം വന്നു. വ്യാഴത്തിന് ഉച്ചം വന്നിടത്ത് ചൊവ്വയ്ക്ക് നീചം വന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ധനുവും പിന്നെ വ്യാഴത്തിന്റെ രാശികൾ ധനുവും മീനും, അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? വ്യാഴത്തിന്റെ രാശികൾ ധനുവും മീനവും, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ധനരാശി കാലപുരുഷന്റെ 9ാം ഭാവം, ധാർമ്മിക രാശി. 9ാം ഭാവം, വെരി വെരി ഗുഡ്. 9ാം ഭാവം. അടുത്ത ഇനി ഒന്ന് ധർമ്മത്തിന്റെ രാശി. 12ാം ഭാവം. കാലപുരുഷന്റെ 9ാം രാശിയും 12ാം രാശിയും വ്യാഴത്തിന്റെ രാശിയാണ്. അതപ്പോഴെന്തൊക്കെ ആയിരിക്കാം? വ്യാഴത്തിന്റെ പ്രത്യേകത എന്തായിരിക്കാം? അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഗ്രഹിക്കാം? 9ാം ഭാവമാണ് ധനു, കാലപുരുഷന്റെ 9ാം രാശി, മീനം കാലപുരുഷന്റെ 12ാം രാശി. 9 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നോക്കിക്കൊള്ളു വാക്കുകൾ. 9ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഭാഗ്യ, ദയ, പുണ്യ, തപസ്, സാധൻ, സുതാത്മകൻ, ദാനം, ഉപാസന, ശൗശീല്യം, ഗുരുവേ. ഇതിൽ ഏതെങ്കിലും വാക്കുകളുണ്ടോ? ദാനം, ഭാഗ്യം, ദയ, പുണ്യം, തപസ്, താതൻ അച്ഛൻ, സുതാത്മജൻ മക്കള്, ദാനം, ഉപാസന, നല്ല ശീലങ്ങള്, ഗുരുത്വം, ഗുരു. ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന 9ാം രാശി വ്യാഴത്തിനാണ് കൊടുത്തത്. ആചാര്യൻ എടുത്തു കൊടുത്തത് വ്യാഴത്തിന്. 12 മോക്ഷപ്രാപ്തി, മോക്ഷപ്രാപ്തിയുടെ രാശി 12. അവിടത്തെ സമുദ്രമാണ്. സമുദ്രം നമ്മൾ പറയൂലേ, പാപമാകുന്ന സമുദ്രത്തെ നീന്തിക്കടന്ന് മോക്ഷപ്രാപ്തി വാങ്ങണമെന്ന്. എല്ലാ രാശിയും അടിച്ചു പൊളിച്ച് 11 രാശിയും അടിച്ചു പൊളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് 12ാമത്തെ രാശി നീന്തിക്കടന്ന് മോക്ഷപ്രാപ്തി വാങ്ങുക. അതും വ്യാഴത്തിന് കൊടുത്തു. ഇനി എന്ത് വേണം? 9ഉം 12ഉം വ്യാഴത്തിന് കൊടുത്ത. 12 എന്ന് പറയുമ്പോൾ നമ്മൾ തോന്നും 12 അല്ലേ വ്യാഴത്തിന് കൊടുത്ത? 12ആണ്. അതാണ് പറയുന്നത്. 12 വ്യാഴം നിന്നാൽ മോക്ഷപ്രാപ്തി ഉണ്ടാവും എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ജ്യോത്സ്യന്മാർ പറയാറുണ്ട് 12 വ്യാഴം നിന്ന് കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും, നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ റീസൺ ഇതാണ്. 12ാം ഭാവം വ്യാഴത്തിന്റെ രാശി. പിന്നെ ഇനി വ്യാഴത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ 9 കൊണ്ട് കാലപുരുഷന്റെ 9ഉം 12ഉം വ്യാഴത്തിന്റെ രാശികളാണ്. 9ാം ഭാവം കൊണ്ട് ഭാഗ്യം, ദയ, പുണ്യം, തപസ്, താതൻ, സുതാത്മജൻ, ദാനം, ഉപാസന, ശൗശല്യം, ഗുരുത്വം, പിന്നെ ലോങ് ജേണി പറയാം,
ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. പിന്നെ അരുളപ്പാടിനെ കുറിച്ച് പറയാം. അരുളപ്പാടൊക്കെ 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം. അരുളപ്പാട് വരുന്നല്ലേ തുള്ളലും ചാട്ടവും ബഹളവും ഒക്കെ, അതെല്ലാം 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. വിദേശയാത്ര, ലോങ് ജേണി, വിദേശയാത്രയൊക്കെ 9 കൊണ്ട് ചിന്തിക്കാം. അതൊക്കെ പോട്ടെ, ഇവിടെ നമ്മൾ ശ്ലോകത്തിൽ പറയുന്നത് മാത്രം എടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 12 ഇതെല്ലാം ചിന്തിക്കുന്ന 9-ാം ഭാവവും മോക്ഷപ്രാപ്തിയുടെ 12-ാം ഭാവമായ മീനവും വ്യാഴത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അത് ധാർമ്മികത്വത്തിൻ്റെയും പിന്നെ വിജ്ഞാനത്തിൻ്റെയും ധാർമ്മികത്വത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ചിഹ്നമായി വ്യാഴത്തിനെ കണക്കാക്കുന്നു. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതും കൂടി പഠിച്ചിട്ട് നോട്ട് എഴുതാം. നമ്മുടെ ജാതകാദേശത്തിലും വേറെ ജ്യോതിഷ ബ്രഹ്മരഹസ്യം എന്നുള്ള ബുക്കിൽ വേറെ ഏതിലൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. ഇതിന് തുല്യമായ വേറെ ശ്ലോകങ്ങളും ഉണ്ട്. ഇതിന് തുല്യമായ വേറെ ശ്ലോകവും നിങ്ങൾ ചിലപ്പോൾ സാരാവലിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ലക്ഷം ദോഷാൽ കന്തി ദേവേന്ദ്ര പൂജ്യേ കേന്ദ്രം പ്രാപ്തോ ദൈത്യമന്ത്രി തദർത്ഥം വീര്യോപേദക സോമപുത്ര തദർത്ഥം ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. ലക്ഷം ദോഷത്തിനെ ഹനിപ്പിക്കാനുള്ള കഴിവ് വ്യാഴം ബലവാനായി കേന്ദ്രത്തിൽ നിന്നാൽ ഉണ്ടാകും. ഇതാണ് അതിന്റെ പ്രമാണം. വ്യാഴം ബലവാനായി ലഗ്ന കേന്ദ്രത്തിൽ നിന്നാൽ ലക്ഷം ദോഷത്തിനെ ഹനിപ്പിക്കാനുള്ള കഴിവ് കിട്ടും. ദോഷത്തിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടില്ല, ഹനിപ്പിക്കുക. ദോഷം വരും. ദോഷം ഇപ്പോൾ ഒരു ഗ്രഹം ചെയ്യുന്ന ജോലി ആ ഗ്രഹത്തിന് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്ന അവരവരെ ജോലി അവരവരൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതിൽ വരുന്ന ദോഷത്തിനെ ഹനിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ, നള്ളിഫൈ ദി ദോഷാസ്, ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ലക്ഷം ദോഷാൽ ഹന്തി എന്നാണ്. ലക്ഷം ദോഷത്തിനെ ഹനിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന്. വേറെയും ഭാഷാ ശ്ലോകം പറയാറുണ്ട്. ഗുരു നോക്കിൽ കോടി ദോഷം തീർന്നിടും എന്ന് പഴയ ജ്യോത്സ്യന്മാർ പറയും. വ്യാഴത്തിന്റെ നോട്ടമുണ്ടെങ്കിൽ, ഒരു രാശിയിൽ ഒരു പാവത്തില് വ്യാഴത്തിന്റെ നോട്ടമുണ്ടെങ്കിൽ കോടി ദോഷം തീർന്നിടും എന്നും പറയാറുണ്ട്. ഗുരു നോക്കിൽ, നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടി, കോടി ദോഷം തീർന്നിടും എന്നുമുണ്ട്. ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജ്യ കേന്ദ്രം പ്രാപ്തോ ദൈത്യമന്ത്രി തദർത്ഥം. ശുക്രന് അതിന്റെ പകുതി കഴിവേ ഉള്ളെന്നാണ്. ബുധന് അതിൻ്റെയും പകുതിയേ ഉള്ളൂ. എന്നിട്ട് ഒരു സെന്റൻസ് കൂടി പറയുന്നുണ്ടായാലും അതാണ് ശ്രദ്ധിക്കേണ്ടത്. ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. ചന്ദ്രന്റെ ബലമാണ് ഗ്രഹങ്ങളുടെ ബലം എന്ന് പറയുന്നത്. ചന്ദ്രനെയും വിട്ടില്ല. ചന്ദ്രന് ബലമുണ്ടെങ്കിലേ ഗ്രഹങ്ങൾക്ക് ബലമുള്ളൂ. ചന്ദ്രന് ബലമുണ്ടെങ്കിലേ ഗ്രഹങ്ങൾക്ക് ബലമുള്ളൂ എന്നാണ്. അത് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ സാർ? കേട്ടിട്ടുണ്ട് സാർ. സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ ഇതിനു മുമ്പ്. ചന്ദ്രൻ സാറ് ചന്ദ്രനെ ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. ചന്ദ്രന് ഗ്രഹങ്ങൾക്ക് ബലമുള്ളൂ. അതായത് ചന്ദ്രനെ കുറിച്ചൊന്നും പറയാം, നമുക്ക് സ്ഥലം കിട്ടുന്നിടത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ. ചന്ദ്രൻ പറയുന്നിടത്ത് പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. എന്തൊക്കെ ഓർമ്മിക്കാനൊന്നും. ചന്ദ്രൻ പറഞ്ഞാലത് പറഞ്ഞോ. അതായത് അതിന്റെ വേലിയേറ്റം വേലിയിറക്കം എക്സാമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. വേലിയേറ്റം വേലിയിറക്കം. അതല്ല വേറെ കുറെ കൂടി ഉണ്ട്. അത് ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തത് എനിക്ക് ഓർമ്മയുണ്ടാവും, പറഞ്ഞിട്ടില്ല എന്നുള്ള ഓർമ്മ വരും. പിന്നെ ബ്രഹ്മ ഒരു കഥയാണ്. കഥയുടെ രൂപത്തിൽ ശ്രദ്ധിച്ചുണ്ടാകും. നമ്മൾ പണ്ട് കഥ പഠിക്കുന്നത് പോലെ ശ്രദ്ധിച്ചുണ്ടാകും. ഗ്രഹങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഗ്രഹങ്ങളുടെ വെയിറ്റുകൾ നോക്കിയെന്നാണ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ ബലത്തിനെയാണ് വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ത്രാസിന്റെ ഒരു തട്ടില് എല്ലാ ഗ്രഹങ്ങളെയും ഇട്ടിട്ട് മറുതട്ടില് ചന്ദ്രനെ മാത്രം ഇട്ടു. ഒരു തട്ടില് ചന്ദ്രൻ ഒറ്റയ്ക്ക്, ബാക്കി വ്യാഴം, ശുക്രൻ, ശനി, ചൊവ്വ, സൂര്യൻ എല്ലാവരും കൂടി മറ്റു തട്ടിലിട്ടു. ചന്ദ്രന്റെ തട്ടാണ് താഴ്ന്നതെന്നാണ്. അപ്പോൾ ബലം നോക്കുമ്പോൾ ചന്ദ്രന്റെ തട്ട് താഴ്ന്നു എന്ന് പറഞ്ഞ അർത്ഥം ബലം കൂടുതൽ ചന്ദ്രനാണെന്നാണ്. ചന്ദ്രന് ബലമില്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾക്ക് ബലമില്ല എന്നാണ്. ഈ ചന്ദ്രന്റെ ബലം എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മൾ സാധാരണയായിട്ട് ശുഭഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ
വ്യാഴം, ബുധൻ, ശുക്രൻ ശുഭഗ്രഹങ്ങള്. ശനി, ചൊവ്വ, സൂര്യൻ, രാഹു, കേതു പാപഗ്രഹങ്ങള്. ചന്ദ്രൻ എവിടെയെങ്കിലും പറയാറുണ്ടോ? പക്ഷബലമുള്ള ചന്ദ്രൻ സാർ എന്ന് പറയത്തില്ല. അതാണ്. ചന്ദ്രനെ വിട്ടിട്ട് അങ്ങ് പോകണം. അതെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ചന്ദ്രന് പക്ഷബലം ഉണ്ടെങ്കിൽ ശുഭൻ, പക്ഷബലം ഇല്ലെങ്കിൽ പാവൻ. അല്ല, ചന്ദ്രൻ സ്വമേധയാ ഒരു പാപഗ്രഹമേ അല്ല. ചന്ദ്രൻ സ്വമേധയാ ഒരു പാപഗ്രഹമല്ല. ക്ഷീണചന്ദ്രനെ കൊണ്ട് പാപത്വം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ചന്ദ്രൻ ക്ഷീണനാണെങ്കിൽ പാപത്വം ഉണ്ടാവും. 5 ദിവസത്തേക്ക് അല്ലേ സാർ? ഇപ്പൊ അമാവാസി കഴിഞ്ഞ് 5 ദിവസം അതേ ഇത് തന്നെയാണല്ലോ. അതേ ഇത് തന്നെ വരുള്ളൂ. എന്നാൽ കുറഞ്ഞു കുറഞ്ഞു പോവും. ക്ഷീണചന്ദ്രൻ, അതാണ് ചന്ദ്രനെ നമ്മൾ ഒരിടവും സാധാ കണക്കാക്കാറില്ല. ക്ഷീണചന്ദ്രന് പാപത്വം ഉണ്ടെന്ന് പറയാം. അല്ല, ചന്ദ്രൻ പാപിയല്ല. ചന്ദ്രൻ ക്ഷീണനാകുമ്പോൾ ഇതര ഗ്രഹങ്ങൾക്കും ബലക്കുറവുണ്ടാവും. കാലബലം, സ്ഥാനബലം, കാലബലം അതെല്ലാം വരും. അതാണ് ചില ജാതകങ്ങളിൽ യോഗങ്ങളൊക്കെ എഴുതി കൂട്ടി വച്ചേക്കും, ഒന്നും കിട്ടൂല. ചന്ദ്രൻ നീചത്തിൽ നിൽക്കുകയോ പൂർണ്ണമായി അമാവാസിക്കൊക്കെ ജനിക്കുന്ന ആൾക്കാർക്ക് ചന്ദ്രൻ ഒട്ടും ബലമില്ലെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കുന്ന ഫലങ്ങളൊന്നും നേരെ ചൊവ്വേ അനുഭവിക്കാൻ പറ്റൂല. നല്ല ക്ലേശം സഹിച്ചേ അനുഭവിക്കേണ്ടി വരൂ. നല്ല ക്ലേശം ഉണ്ടാവും. ചന്ദ്രന്റെ ബലമാണ് മറ്റ് ഗ്രഹങ്ങളുടെ ബലം. അപ്പോൾ ചന്ദ്രന് സ്ഥാനബലം, ചന്ദ്രന് ബലമില്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ബലങ്ങൾ കുറയും. അത് ക്ഷീണത ഉണ്ടാവും. ഇതാണ് അവിടെ നിന്ന് അറിയാനുള്ള കാര്യം. അതായത് ആ ഒരു കാര്യം നമ്മൾ ഭംഗിയായിട്ട് അറിയണം. ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അറിയണ്ട, ഇത്രയും കാര്യങ്ങളൊന്നും എഴുതാം. വ്യാഴം എന്ന് കേട്ടിട്ടുണ്ടോ? ജീവേ ജ്ഞാന സുഖേ. ജീവേ ജ്ഞാന ജീവോ അല്ലേ സാർ? ജീവോ 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 ജ്ഞാന സുഖേ. ജീവോന് ജ്ഞാന സുഖേ. ജ്ഞാനത്തിന്റെയും സുഖത്തിന്റെയും കാരകത്വം വ്യാഴത്തിനാണ്. ജ്ഞാനം എന്നത് വിശേഷ ബുദ്ധിയാണ്. ജ്ഞാനം എന്നത് വിശേഷ ബുദ്ധിയാണ്. ജ്ഞാനം എന്നത് വിശേഷ ബുദ്ധിയാണ്. സുഖം എന്നതുകൊണ്ട് ധനത്തെ സൂചിപ്പിക്കാം. സുഖം എന്നതുകൊണ്ട് ധനത്തെയും സൂചിപ്പിക്കാം. കാരണം സുഖജീവിതത്തിന് ധനം ആവശ്യമാണ്. സുഖജീവിതത്തിന് ധനം ആവശ്യമാണ്. സൈഡിൽ എഴുതിക്കൊള്ളണം. ഓര രണ്ടിൽ ഒന്ന്. ഓര രണ്ടിൽ ഒന്ന് അതിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. അടുത്തത് ഓര രണ്ടിൽ 10. ഓര രണ്ടിൽ 10. ബൃഹത്തനു. ബൃഹഇത്തനു. ബൃഹത്തനു 2 കുത്ത്. പിങ്ങള മൂർത്തജേക്ഷണോ. ബൃഹത്തനു പിങ്ങള മൂർത്തജേക്ഷണോ. പിങ്ങള മൂർത്തജേക്ഷണോ. അടുത്ത ലൈനില് ബൃഹസ്പതി. ബൃഹസ്പതി 2 കുത്ത്. ശ്രേഷ്ഠമതി 2 കുത്ത്. കപാത്മക 2 കുത്ത്.
ബൃഹത്തനു എന്ന് വെച്ചാൽ ബൃഹത്തനു എന്നത് വലിയ ശരീരപ്രകൃതം എന്നതാണ്. വലിയ ശരീരപ്രകൃതം എന്നതാണ്. വലിയ ശരീരപ്രകൃതം എന്നതാണ്. വലിയ വയറും തടിച്ചു ഉയർന്ന മാറിടവും ഉള്ളതെന്നർത്ഥം. തടിച്ചു ഉയർന്ന മാറിടത്തോടും കൂടിയത്. തടിച്ചു ഉയർന്ന മാറിടത്തോടും കൂടിയത്. മൃഗത്തനു. സാറേ ഒരു സംശയം. ഈ യോഗീശ്വരന്മാരൊക്കെ ഇല്ലേ സാറേ, ഈ യോഗികള് ഈ സന്യാസമൊക്കെ സ്വീകരിച്ച് ഈ ജപത്തിലൊക്കെ ഇരിക്കുന്നവര്, അവര് മെലിഞ്ഞിരിക്കുവല്ലേ ചെയ്യുന്നത്? അത് ഈ ജ്ഞാനം കിട്ടിയവരൊക്കെ പൊതുവെ മെലിഞ്ഞാണല്ലോ കാണുന്നത്. നമ്മളിവിടെ പറയുന്നത് വ്യാഴം ഇങ്ങനെ നിൽക്കുന്ന സാധാ ജീവിതത്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അവർ ആഹാരം കഴിക്കാതെയും ശ്വാസക്രിയ ചെയ്തും ഒക്കെ പോകുമ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് അത് വരുന്നത്. അതിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ട് വ്യാഴം ഇരിക്കുന്നുണ്ട്, വയസ്സുകാലത്ത് ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ. കുട്ടിക്കാലത്തല്ലേ ഇതൊക്കെ വരുള്ളൂ. വയസ്സുകാലമാകുമ്പോഴും മരണാവസ്ഥയിലൊക്കെ വരുമ്പോൾ ശരീരമൊക്കെ ശോഷിച്ച് എല്ലാമൊക്കെ പോകും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് വരും. അപ്പോഴും ഈ പറഞ്ഞത് ശരി തന്നെയാണ്, ഇതൊന്നും ഉണ്ടാവില്ല, മെലിഞ്ഞ് ശോഷിച്ച് പോകും. നമ്മൾ പൊതുവെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജീവിത സമയത്താണ്, പ്രധാനപ്പെട്ട ജീവിത സമയം, നമ്മള് പിന്നെ നല്ല സമയത്തുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അത് വരുന്നതെന്ന് വെച്ചാൽ കൂടുതലും ശ്വാസക്രിയയൊക്കെ ചെയ്താണ് അതെല്ലാം എത്തുന്നത്. അതൊക്കെ വേറെ വിഷയങ്ങൾ. പിങ്ങള മൂർത്തജേക്ഷണ, അതിന്റെ അർത്ഥം ആയിക്കൊള്ളണം. പിങ്ങള മൂർത്തജേക്ഷണോ, പിങ്ങള മൂർത്തജേക്ഷണോ, അതിന്റെ അർത്ഥം ആയിക്കൊള്ളണം. തേൻ നിറമുള്ള കണ്ണുകളും ചെമ്പിച്ച തലമുടിയും ഉള്ളവരായിരിക്കും. ചെമ്പിച്ച തലമുടിയും ഉള്ളവരായിരിക്കും. ബൃഹസ്പതി, വ്യാഴം ദേവഗുരുവായ ബൃഹസ്പതി എന്നറിയപ്പെടുന്നു. ബൃഹസ്പതി എന്നറിയപ്പെടുന്നു. ദേവഗുരുവായ ബൃഹസ്പതി എന്നറിയപ്പെടുന്നു. അടുത്ത ശ്രേഷ്ഠമതി. ശ്രേഷ്ഠമതി, ധർമ്മബുദ്ധി, നയതന്ത്രജ്ഞൻ. ധർമ്മബുദ്ധി, നയതന്ത്രജ്ഞൻ, വേദശാസ്ത്രത്തെ അറിയുന്നവൻ. വേദശാസ്ത്രത്തെ അറിയുന്നവൻ. വേദശാസ്ത്രത്തെ അറിയുന്നവൻ. ക്ഷമയോടുകൂടിയവൻ. ക്ഷമയോടുകൂടിയവൻ എന്നൊക്കെ എടുക്കാം, എന്നൊക്കെ ചിന്തിക്കാം അല്ലെങ്കിൽ എടുക്കാം. കപാത്മക. കപാത്മക, കഫപ്രകൃതിയും
തടിച്ച ശരീരവും എന്നർത്ഥം. കഫപ്രകൃതമുള്ളവനും തടിച്ച ശരീരം, അത് കഫപ്രകൃതിയും അതേ അർത്ഥം തന്നെ വരുന്നത്. കഫപ്രകൃതിയും തടിച്ച ശരീരവും ഉള്ളവനെന്നർത്ഥം. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ടൊന്നും വേണ്ട. ഈ കാരണങ്ങൾ കൊണ്ട് വ്യാഴത്തെ വേദാന്തത്തിന്റെ ഗ്രഹമെന്നും വിജ്ഞാനത്തിന്റെ ഗ്രഹമെന്നും പറയപ്പെടുന്നു. വ്യാഴത്തെ വേദാന്തത്തിന്റെ ഗ്രഹമെന്നും വിജ്ഞാനത്തിന്റെ ഗ്രഹമെന്നും പറയപ്പെടുന്നു. അടുത്ത ലൈനില് ധനുവും മീനവും വ്യാഴത്തിന്റെ സ്വക്ഷേത്രങ്ങളാണ്. ധനുവും മീനവും വ്യാഴത്തിന്റെ സ്വക്ഷേത്രങ്ങളാണ്. ധനുവും മീനവും വ്യാഴത്തിന്റെ സ്വക്ഷേത്രങ്ങളാണ്. ധനു കാലപുരുഷന്റെ 9-ാം രാശി, മീനം 12-ാം രാശി. കാലപുരുഷന്റെ 9-ാം രാശി ധനു, 12-ാം രാശി മീനം. ഒൻപതാം ഭാവം കൊണ്ട് ഭാഗ്യം, 9-ാം ഭാവം കൊണ്ട് ഭാഗ്യം, 9-ാം ഭാവം കൊണ്ട് ഭാഗ്യം, ജയ, പുണ്യം, തപസ്, താതൻ അല്ലെങ്കിൽ പിതാവ്, സുതാത്മജൻ, ബ്രാക്കറ്റിലെ മക്കളുടെ മക്കൾ, ദാനം, ഉപാസന, നല്ല ശീലങ്ങൾ, ഗുരു എന്നിവയെ ചിന്തിക്കാം. ധാർമ്മികത്വത്തിന്റെയും ധർമ്മബോധത്തിന്റെയും കാരകത്വം വരുന്ന വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന രാശി വ്യാഴത്തിന്റെ രാശിയാണ്. ധർമ്മബോധത്തിന്റെയും വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന രാശി വ്യാഴത്തിന്റെ രാശിയാണ്.
12 മോക്ഷപ്രാപ്തിയുടെ രാശിയാണ്. അതും വ്യാഴത്തിന്റെ രാശിയാണ്. 12 മോക്ഷപ്രാപ്തിയുടെ ഭാവമാണ്. 12 മോക്ഷപ്രാപ്തിയുടെ ഭാവമാണ്. മോക്ഷപ്രാപ്തിയുടെ ഭാവമാണ്. അതും വ്യാഴത്തിന് നൽകിയിട്ടുണ്ട്. അതും വ്യാഴത്തിന് നൽകിയിട്ടുണ്ട്. അടുത്ത ലൈനിൽ വേറെ കൂടുതലൊന്നും വേണ്ട, ഇതൊക്കെ മതി, ഇതൊക്കെ മനസ്സിലാകുമല്ലോ. ബാക്കിയുള്ളതൊക്കെ ഓർമ്മയിരിക്കും. ഇത്രയും പഠിച്ചു വരുമ്പോഴേ ബാക്കി ഓർമ്മ വരും. വ്യാഴത്തിന്റെ ഉച്ചരാശി കർക്കടകം, നീചരാശി മകരം. വ്യാഴത്തിന്റെ ഉച്ചരാശി കർക്കടകം, നീചരാശി മകരം. വ്യാഴത്തിന് ഉച്ചം വന്ന സ്ഥലത്ത് അഹങ്കാരത്തിന്റെയും പാപത്വത്തിന്റെയും ഗ്രഹമായ ചൊവ്വയ്ക്ക് നീചം. അഹങ്കാരത്തിന്റെയും പാപത്വത്തിന്റെയും ഗ്രഹമായ ചൊവ്വയ്ക്ക് നീചം. ചൊവ്വയ്ക്ക് നീചം. ചൊവ്വയ്ക്ക് ഉച്ചം വന്നിടത്ത് വ്യാഴത്തിന് നീചവുമാണ്. സാർ അഹങ്കാരത്തിന്റെയും കഴിഞ്ഞ് കേട്ടില്ല. അഹങ്കാരത്തിന്റെയും പാപത്വത്തിന്റെയും, പാപത്വം ചൊവ്വയെ നമ്മൾ പാപിയായിട്ടല്ലേ എടുക്കണത്. ഏറ്റവും കടുപ്പമുള്ള പാപൻ എന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. യഥാർത്ഥം അതല്ല. ഗ്രഹമായ ചൊവ്വയ്ക്ക് നീചം. ചൊവ്വയ്ക്ക് ഉച്ചം വന്നിടത്ത് വ്യാഴത്തിന് നീചവുമാണ്. ചൊവ്വയ്ക്ക് ഉച്ചം വന്നിടത്ത് വ്യാഴത്തിന് നീചവുമാണ്. ഇനി അടുത്ത ലൈനിൽ എഴുതിക്കൊണ്ട് ലക്ഷം ദോഷാൽ ഹന്തി. ലക്ഷം ദോഷാൽ ഹന്തി. ദേവേന്ദ്ര പൂജ്യൈ. ദേവേന്ദ്ര പൂജ്യൈ. കേന്ദ്രം പ്രാപ്തോ. കേന്ദ്രം പ്രാപ്തോ. ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ. അടുത്ത ലൈനിൽ ദൈത്യമന്ത്രി തദർത്ഥം. ദൈത്യമന്ത്രി തദർത്ഥം. ഒന്ന് അത് നല്ല ഒരു വ്യക്തമായിട്ടൊന്ന് പറയാമോ? ലക്ഷം ദോഷാൽ ഹന്തി. ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ.
ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ ഇത് എത്രല്ല വന്നത്, എവിടെ വന്നത്? ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ. എഴുതിയോ? എഴുതി സാർ. അടുത്തത് ദൈത്യമന്ത്രി തദർത്ഥം. ദൈത്യമന്ത്രി തദർത്ഥം അതിന്റെ പകുതി. ദൈത്യമന്ത്രി തദർത്ഥം അതിന്റെ പകുതി എന്നർത്ഥം. തദർത്ഥം വീര്യോപേദക എന്നുവെച്ചാൽ ഗ്രഹത്തിന് ബലം വേണമെന്നർത്ഥം. സോമപുത്ര തദർത്ഥം വീഡിയോ പേദക സോമപുത്ര ഗ്രൂപ്പിലെ ഒന്ന് ഇട്ടേക്കണേ സാറേ. ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടേക്കണേ സാറേ. സോമപുത്ര തദർത്ഥം അടുത്ത ലൈനില് ശാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ലക്ഷം ദോഷാനെന്ന് എഴുതിക്കൊള്ളാം. ദോഷാൻ ഹന്തി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ ദൈത്യമന്ത്രി തദർത്ഥം തായും വീര്യോപേത 2 കുത്ത്. അതാണ് വീര്യോപേദ എന്ന് പറഞ്ഞത്. വീര്യോപേദ സോമപുത്ര തദർത്ഥം ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. അതായത് ജാതകാദേശത്തില് 5-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ ശ്ലോകം. ജാതകാദേശം എന്നിട്ടാ മതി. 12-ല് 5 ഇല്ല 5-ല് 12. ബലവാനായ വ്യാഴം കേന്ദ്രത്തിലോ ലഗ്നത്തിലോ നിന്നാൽ ലക്ഷം ദോഷങ്ങളെ ഹനിപ്പിക്കും. ലക്ഷം ദോഷങ്ങളെ ഹനിപ്പിക്കും. ശുക്രന് അതിന്റെ പകുതി കഴിവേ ഉള്ളൂ. ബുധന് അതിന്റെയും പകുതി കഴിവേ ഉള്ളൂ. എന്നാൽ ചന്ദ്രന്റെ ബലമാണ് ഗ്രഹങ്ങളുടെ ബലം എന്നതും ഓർമ്മിക്കണം. അടുത്ത ലൈനില് ചന്ദ്രന് ക്ഷീണത്വം വരുമ്പോഴേ പാപത്വം വരുന്നുള്ളൂ. ചന്ദ്രൻ ക്ഷീണനാകുമ്പോഴേ പാപത്വം വരുന്നുള്ളൂ.
ചന്ദ്രൻ ക്ഷീണനാകുമ്പോഴേ പാപത്വം വരുന്നുള്ളൂ. സ്വമേധയാ പാപനല്ല. സ്വമേധയാ പാപനല്ല. സ്വമേധയാ പാപനല്ല. അങ്ങനെ ചന്ദ്രന് ക്ഷീണം വരുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ കാലബലം, സ്ഥാനബലം എന്നിവയ്ക്ക് കുറവ് സംഭവിക്കും. മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനബലം, കാലബലം എന്നിവയ്ക്ക് കുറവ് സംഭവിക്കും. മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനബലം, കാലബലം എന്നിവയ്ക്ക് കുറവ് സംഭവിക്കും. അടുത്തെഴുതിക്കൊള്ളണം. ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് പറഞ്ഞുതരാം. ഇനി പറയുന്നത് വ്യാഴം പുരുഷഗ്രഹമാണ്. അതിനെക്കുറിച്ച് പറയണ്ടല്ലോ, അറിയാമല്ലോ, പുരുഷഗ്രഹമാണ്. സന്താനലബ്ധിക്ക് സ്ത്രീ പുരുഷ ജാതകങ്ങളിൽ വ്യാഴത്തിന് ബലം വേണം. സന്താനലബ്ധിക്ക് സ്ത്രീ പുരുഷ ജാതകങ്ങളിൽ വ്യാഴത്തിന് ബലം വേണം. വ്യാഴത്തിന് ബലം വേണം. അതുകൊണ്ട് സന്താനത്തിന്റെ കാരകത്വം വ്യാഴത്തിനാണ്. പിന്നീട് ബാക്കിയുള്ള അടുത്ത ക്ലാസ് ഇനിയിപ്പം പഠിപ്പിച്ചാൽ തീരില്ല. ഇനി ഒരുപാടുണ്ട്. അടുത്ത ഒരു ക്ലാസ്സും കൂടി ആകുമ്പോഴേ വ്യാഴം തീരുള്ളൂ. എന്തെങ്കിലും നമ്മൾ പഠിച്ചു പോയതിൽ എന്തെങ്കിലും സംശയമുണ്ട്, ഞാനിതിനെ ഈ ലക്ഷം ദോഷാൻ കന്തി എന്നുള്ളതിന് ഇട്ട് തരാം. ഉടൻ തന്നെ ഇട്ട് തരാം. സാറേ 18-ാമത്തെ അധ്യായം 4ഉം 5ഉം ചന്ദ്രനെ കുറിച്ച് പറയുന്ന ശ്ലോകം ഉണ്ടല്ലോ സാറേ, അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് എളുപ്പമാവും. 18-ാമത്തെ അധ്യായം ചന്ദ്രന്റെ ഫലം മൂകോന്മത്ത ജളാന്ത നീലപുര പ്രേഷ്യ ശശാങ്കോദയെ, അതല്ലേ? അതെ സാർ, അതെ സാർ, അതെ. എന്താണ് വായിച്ച് പറഞ്ഞു തരണമെന്ന് താല്പര്യമുണ്ടോ? മീനിങ് അല്ല സാർ, അതൊന്ന് നമുക്ക് ഒന്ന് മുറിച്ചൊന്ന് സാറിന്റെ ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ ഒത്തിരി എളുപ്പമായിരിക്കും. അത് പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ പോരെ? മതി സാർ. അതുകൊണ്ട് പിന്നെ 16, 14, 15 സൂര്യനെ പറ്റി പറയുന്നതും കൂടെ ഒന്ന് മുറിച്ച് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു സാർ. ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ക്ലാസ്സിൽ ഇരുന്നപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്, പഠിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇത് മാത്രമാണ് ഒന്ന് മറന്നുപോയി. 16 സൂര്യനെ കുറിച്ച് പറയുന്നത് 13, 14, 15. അതെ സാർ, 14, 15, 16. പ്രതിതചതുരാടനോ എന്ന് കിടപ്പുണ്ട്. പ്രതിതചതുരാടനോ അല്പവിത്തക്രിയകേത്വായുധ പ്രത്യുത്തുംഗഭാഗേ എന്ന് കിടപ്പുണ്ട്. അത് എടുക്കേണ്ടത് പ്രതിത ചതുര അടനോ അല്പവിത്ത ക്രിയകേത് ആയുധ തുംഗഭാഗേ, ആയുധ എന്നാണ് വരേണ്ടത്.
ആയുധപ്രത്. അത് എഴുതുമ്പോൾ നമ്മൾ നോട്ട് എഴുതുമ്പോൾ ആയുധപ്രത്ത് എന്ന് തന്നെ എഴുതണം. എന്നിട്ട് പുസ്തകം കൂടി വെച്ച് വായിക്കണം. അല്ലാതെ അതുകൊണ്ട് പറഞ്ഞത് നമ്മൾ ഈ ശ്ലോകത്തിനെ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നല്ല സംസ്കൃത പണ്ഡിതന്മാർക്കേ അത് ഉപയോഗപ്പെടുള്ളൂ. അല്ലെ മലയാള ഭാഷയിൽ ഒരു നല്ല പ്രാവീണ്യം വേണം, അല്ലാത്തവർക്ക് അത് ഉപയോഗപ്പെടില്ല. പ്രതിത, ചതുരോ, അടനോ, അല്പവിത്ത, ക്രിയകേത്, ആയുധപ്രത്ത്, തുങ്കഭാഗ്യ. തുങ്കം എന്ന് വെച്ചാൽ ഉച്ചം. ഉച്ചത്തിൽ നിന്ന് കഴിഞ്ഞാൽ പ്രതിതനായിരിക്കും, ലോകപ്രസിദ്ധൻ. ചതുരൻ, സമർത്ഥൻ. അടനോ എന്ന് വെച്ചാൽ യാത്ര, സഞ്ചാരശീലം. അല്പവിത്ത, കുറവായിരിക്കും, ധനം കുറവായിരിക്കും. ക്രിയ എന്ന് വെച്ചാൽ മേടം. മേടത്തിന് ക്രിയ എന്ന് പറയും. ക്രിയതാവുരു ജുതുമ കുടീര ലേയ പാർത്തോന എന്നൊക്കെ പറയും രാശിയുടെ പേര്. ആയുധപ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ധരിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത് 10ാം ഭാവമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആയുധം കൊണ്ടുള്ള തൊഴിലൊക്കെ കിട്ടാൻ ഇടവരും. തുങ്കഭാഗേ, ഇതാണ് എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്താലേ ആ ശ്ലോകം പഠിച്ചിട്ട് ഉപയോഗമുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്കത് ടയർഡ് ആണെങ്കിലും കുഴപ്പമില്ല സാർ. അടുത്ത ക്ലാസ് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് ഗവി, വസ്ത്ര, സുഗന്ധ പണ്യജീവി, വനിതാദ്യുട്ട്, വനിതകളെ ഉപദ്രവിക്കുക, വനിതകളെ ദ്വേഷിക്കുക. കുശലശ്ച ഗേയവാദ്യേ. ഗവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവൻ രാശിയാണ് ഗവി എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം അതാണ്, ഗവി. വസ്ത്ര, സുഗന്ധ പണ്യജീവി. വനിതകളിൽ പ്രീതി ഉണ്ടാകില്ല. സംഗീതം, വാദ്യം, നാട്യം ഇതിലൊക്കെ വലിയ താല്പര്യം ഉണ്ടാകും എന്ന്. മൂന്നാമത്തത് വിദ്യാ, ജ്യോതിഷ, വിത്തവാനും ഇതിനകേപ്പാനോ. കുളീരം വളരെ പാടാണ്. കുളീരസ്ഥിതേ തീഷ്ണോ അശ്വ പരകാര്യകൃത്ത് ക്രിസ്ചർമ വധയിച്ച എന്നാണ് കിടക്കുന്നത്. പരകാര്യകൃത്ത് ശ്രമ വധ ക്ലേശയിച്ച സംയോജ്യത, അങ്ങനെ എടുക്കണം. തീഷ്ണോ അശ്വ പരകാര്യ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി സാർ, ശരി സാർ. സ്വാമി താങ്ക് യു സർ. നന്ദി സാർ. നന്ദി സാർ, നന്ദി. വളരെ നന്ദി. താങ്ക് യു.